ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രീ പ്രകാശ് മാഷ്, അതുപോലെ തന്നെ രംഗചേതനയുടെ എല്ലാ നന്മ നിറഞ്ഞ സജീവ പ്രവർത്തകരെ, അതിൻ്റെ ഭാരവാഹികളെ, മറ്റ് നിരവധി നമ്മുടെ ഷൺമുഖദാസ് മാഷ് അടക്കമുള്ള നിരവധി നമ്മുടെ അധ്യാപകരും സുഹൃത്തുക്കളും മുതിർന്ന സഹോദരങ്ങളും എല്ലാവരെയും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രകാശ് മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ നാടകത്തെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ജി ശങ്കരപ്പിള്ളയുടെ അനുസ്മരണ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഏറെ യോഗ്യതകളുള്ള ഒരു ആളല്ല ഞാൻ എന്ന് ഞാൻ ആദ്യം തന്നെ വ്യക്തമാക്കുകയാണ്. കാരണം ഒരു നാടക പ്രവർത്തകനോ അല്ലെങ്കിൽ നാടകകലാ പ്രവൃത്തികളുമായി ബന്ധപ്പെടുന്ന ഒരാളോ ഒന്നുമല്ല ഞാൻ. മാത്രമല്ല വെറുതെ നാടകം കാണുന്ന, വല്ലപ്പോഴും നാടകത്തെക്കുറിച്ച് ചില കുറിപ്പുകൾ മാത്രം എഴുതുകയോ നാടകം കാണുകയും അങ്ങനെ ആവേശം കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു എളിയ മനുഷ്യൻ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഈ സാഹസത്തിന് മുതിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നാടകവുമായിട്ട് ആകെ 1-2 നാടകങ്ങളിൽ മാത്രമേ ഒരിക്കൽ അന്തരിച്ചു പോയ എൻ്റെ അധ്യാപകനും സുഹൃത്തുമൊക്കെ ആയിരുന്ന പി ബാലചന്ദ്രനും അതുപോലെ തന്നെ കവി ഡി വിനയചന്ദ്രനും കൂടി ഒരിക്കൽ MG സർവകലാശാലയിൽ ഞാൻ MA പഠിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവർ ഡി വിനയചന്ദ്രൻ്റെ കരടി എന്ന് പറയുന്ന ഒരു കാവ്യ നാടകം അവരതിൻ്റെ ഒരു വായന നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരു മുഖപ്പാള അണിഞ്ഞുകൊണ്ട് പങ്കെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പ്രോമിറ്റ്യൂസിൻ്റെതായിട്ടുള്ളൊരു വേഷം, വെറുതെ അത് വലിയ ഡയലോഗില്ലാത്ത ഒരു വേഷത്തിൽ മാത്രം കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കൂടുതലും കാഴ്ചക്കാരനായിട്ടൊരു കാണി മാത്രം ആയിട്ടാണ് ജീവിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വലിയ സാങ്കേതിക പരിജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷേ ഈ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷയത്തിൻ്റെ ഗൗരവം എന്ന നിലയിൽ മറ്റെല്ലാ വിഷയങ്ങളെയും കടന്നു നിൽക്കുന്ന ലോകത്തിൻ്റെയും നീതിയുടെയും ചില അടിസ്ഥാന സമസ്യകളും പ്രശ്നങ്ങളുമാണ് നാടകവും സാഹിത്യം എന്നതുപോലെ തന്നെ കല എന്നതുപോലെ തന്നെ നാടകവും ആഴത്തിൽ പരിശോധിക്കുന്നതും പ്രതിനിധാനം ചെയ്യുന്നതും എന്നുള്ളത് കൊണ്ട് തന്നെ ലോകയാഥാർത്ഥ്യത്തെക്കുറിച്ച്, ജീവിത സത്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെയും നാടിൻ്റെയും ഉള്ളറകളെക്കുറിച്ച്, നാടിൻ്റെ യഥാർത്ഥ അകത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഏറ്റവും സമഗ്രമായ ആധുനികമായ ഒരു കലാരൂപം എന്ന നിലയിൽ വളരെ പ്രാചീനവുമാണ്. നമുക്കത് അറിയാവുന്നതാണ്. ഗ്രീസിലും അതിനപ്പുറത്തേക്കും ചരിത്രാതീത കാലത്തേക്കും ഒക്കെ നീളുന്ന ഒരു വിപുലമായ വംശാവലി ചരിത്രമാണ് നാടകത്തിനുള്ളത്. അപ്പോൾ അത് യൂണിവേഴ്സലായിട്ടുള്ള ഒരു കലയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആദിഭാഷയായ ചിത്രവും അതുപോലെ തന്നെ പ്രകടനാത്മകതയും പെർഫോമൻസും ഒക്കെയായി ബന്ധപ്പെട്ട വളരെ സമഗ്രമായ എല്ലാ കലാരൂപങ്ങളും സമന്വയിക്കുന്ന സമഗ്രമായ ഒരു കലാസംസ്കാരവും പ്രയോഗവും ജീവിതവും തന്നെയുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ കേരളീയ നാടകവേദിയിലെ കീഴാളധാരകൾ എന്ന നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ നാടകത്തിൻ്റെ ഒക്കെ ഉദയം തന്നെ അടിസ്ഥാന ജനതകളിൽ നിന്നാണ്. പ്രൊഫസർ പ്രകാശ് ഇവിടെ പറഞ്ഞതുപോലെ കീഴാളം എന്ന ഒരു വാക്ക് ഒരുപക്ഷെ പല അസ്വാരസ്യങ്ങളും അല്ലെങ്കിൽ അസ്വസ്ഥതകളും ജനിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ അത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ സാധാരണ ജനങ്ങളെ, അടിത്തട്ടിൽ ജീവിക്കുന്ന അതിസാധാരണക്കാരായ ജനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പൊതുവെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംസ്കാര സൈദ്ധാന്തിക പദാവലിയിൽ ഉപയോഗിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അന്റോണിയോ ഗ്രാംഷിയിൽ നിന്നാണ്, ഇറ്റാലിയൻ നവ മാർക്സിസ്റ്റ് ചിന്തകനായ അന്റോണിയോ ഗ്രാംഷിയിൽ നിന്നാണ് നാം അത് വികസിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സബാൾട്ടേൺ എന്ന പ്രയോഗത്തെയാണ് നാം കീഴാളം എന്ന് പൊതുവെ ഇവിടെ വ്യവഹരിക്കുന്നത്. മറ്റ് പല അടിത്തട്ട് ജനത, പിന്നണി ജനവിഭാഗങ്ങൾ,
അല്ലെങ്കിൽ സംസ്കൃതത്തിലൊക്കെ പറയുമ്പോൾ അധസ്ഥിതം എന്നും അധകൃതം എന്നും പ്രാന്തീകൃതം, പ്രാന്തവൽകൃതം എന്നൊക്കെയുള്ള സംസ്കൃതജന്യമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അതിലും കുറച്ചുകൂടി നമ്മുടെ തെന്നിന്ത്യയുടെ പ്രാകൃത വഴക്കമായ തമിഴുമായി കുറച്ചുകൂടി ബന്ധപ്പെടുന്നത് തന്നെയാണ് കീഴാളം എന്ന പദാവലി. അപ്പം അത് ഒരു ദ്വന്ദ്വാത്മകത പലപ്പോഴും ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അടിത്തട്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ അടിസ്ഥാന ജനതയുടെ ഈ പറയുന്ന അധീശത്വത്തിൻ്റെ ഇരകളായിരിക്കുന്ന, അതും ഗ്രാംഷിയിൽ നിന്ന് തന്നെ വരുന്ന ഒരു പ്രയോഗമാണ് അധീശത്വം, ഹെജിമണി എന്ന് പറയുന്ന സാംസ്കാരികമായ മേൽക്കോയ്മ, നെടുനായകത്വം, അതിനാണ് അധീശത്വം എന്ന് പറയുന്നത്. അത് നേരിട്ടുള്ള ഒരു ആധിപത്യമല്ല, അല്ലെങ്കിൽ ഒരു ഡോമിനൻസ് അല്ല, മറിച്ച് സാംസ്കാരികവും സാമൂഹ്യവുമായ ഘടനകളിലൂടെ സ്വാഭാവികരിക്കുന്ന അല്ലെങ്കിൽ നാച്ചുറലൈസ് ചെയ്യപ്പെടുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു കണ്ടീഷനിങ്ങിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ നാം അധീശത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ജനങ്ങൾക്കാർക്കും തന്നെ അതിനെ നേരിട്ട് എതിർക്കാനോ അതിൽ നിന്ന് കുതറിമാറാനോ സാധിക്കുന്നില്ല. അതിൻ്റെ ഇരകളെല്ലാം തന്നെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും അതിൻ്റെ ഇരകളായി മാറുകയും അതിൻ്റെ ഏജന്റുകളായി വർത്തിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആ ഒരു ഗൂഢാലോചനയിൽ, അധീശ ഗൂഢാലോചനയിലും അധീശ സമവായത്തിലും അധീശ സാമാന്യബോധത്തിലും അതിൻ്റെ ഒരു സമ്മത നിർമ്മിതിയിലും ഭാഗഭാക്കുകളായി അങ്ങനെ അതിനെ പുനരുൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ അസന്തുലനത്തെ അല്ലെങ്കിൽ അനീതികളെ, അസമത്വങ്ങളെ പുനരുൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിമർശാത്മകമായ സാമാന്യബോധത്തെയൊക്കെ, സാധാരണ ചിന്തയെയും സാമാന്യബോധത്തെയും മറികടക്കുന്ന വളരെ സൂക്ഷ്മമായ വിമർശാവബോധം, സമഗ്രമായ വിമർശാവബോധം വികസിപ്പിച്ചാൽ മാത്രമേ ഈ സാമാന്യബോധത്തിൻ്റെ അധീശത്വത്തിൽ നിന്ന് രക്ഷയുള്ളൂ എന്നാണ് അന്റോണിയോ ഗ്രാംഷിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവന. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയെയും ഓരോ മനുഷ്യരെയും അത്തരത്തിലുള്ള അധീശ വിമർശം സാധ്യമായ വിമർശാവബോധമുള്ള ജൈവ ബുദ്ധിജീവികളാക്കി മാറ്റുക. എല്ലാവരും തന്നെ അത്തരം ജൈവ ബുദ്ധിജീവികളാണ്. പക്ഷേ ഈ കൾച്ചറൽ കണ്ടീഷനിങ്ങിലൂടെ സമൂഹത്തിൻ്റെ നിരവധി അധികാര ഘടനകളിലൂടെ അവരൊക്കെ തന്നെ സാമാന്യബോധത്തിൻ്റെ ഈ സമവായത്തിൻ്റെ ഭാഗമാവുക, അധീശ സമവായത്തിൻ്റെ ഭാഗമായി പോകുന്നു. പക്ഷെ അവരുടെ വിമർശബോധത്തെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അതിനെ ഭേദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ കീഴാളത്തിനൊരു വിമോചനം സാധ്യമാകും, കീഴാളർ അധികാരത്തിലേക്ക് വരും എന്ന് തന്നെയാണ് അന്റോണിയോ ഗ്രാംഷിയുടെ ഒരു സ്വപ്നം. അത് സാധ്യമായിട്ടില്ല. സമാനമായ കാലത്ത് തന്നെയാണ് അംബേദ്കർ യഥാർത്ഥത്തിൽ ആരായിരുന്നു? തൊട്ടുകൂടാത്തവർ ആരായിരുന്നു, അങ്ങനെ ആയി, അല്ലെങ്കിൽ ശൂദ്രരാരായിരുന്നു, അവരെങ്ങനെ ഇൻഡോ ആര്യൻ സമൂഹത്തിലെ 4ാം വർണ്ണക്കാരായി മാറ്റപ്പെട്ടു എന്നിങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം, അതിന് മതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, മതപീഡനവുമായി അതിൻ്റെ ഒരു തലമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യ ചരിത്രത്തിലെ അടിസ്ഥാന ചോദ്യങ്ങൾ, ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രത്തിലെയും ഇന്ത്യ ചരിത്രത്തിലെയൊക്കെ അടിസ്ഥാന ചോദ്യങ്ങൾ അംബേദ്കർ ഇതേ കാലത്ത് തന്നെ, അന്റോണിയോ ഗ്രാംഷി നമുക്കറിയാം, ബെനിറ്റോ മുസോളിനിയുടെ തടവറയിൽ കിടന്ന് മരിച്ചുപോയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തെ നിരോധിക്കുക അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാക്കുക എന്നുള്ളതായിരുന്നു ഫാഷിസ്റ്റുകളുടെ പ്രധാന അജണ്ട. അതുകൊണ്ടാണ് അവർ ആ തടവറയിലിട്ട് പീഡിപ്പിക്കുകയും സ്റ്റാൻ സാമ്യൊക്കെ അനുഭവിച്ചതുപോലെ യഥാർത്ഥ ചികിത്സ നിഷേധിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ രോഗം വഷളാകുകയും അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു ഭാഗ്യവശാൽ. ഒരുപക്ഷെ അമിതമായി അധ്വാനിച്ച് അംബേദ്കറും ഒരുപക്ഷെ അദ്ദേഹവും കുറച്ച് നേരത്തെയുള്ള അകാലത്തിലുള്ള ഒരു ജനപത്തിലേക്ക് അദ്ദേഹം നീങ്ങേണ്ടി വന്നിട്ടുണ്ട്. നിരവധി പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ അംബേദ്കർക്ക് സാധിച്ചില്ല. എങ്കിൽ പോലും ഇവരുടെ രചനകളിൽ വളരെ സമാനമായ ഈ ആശയം, സംസ്കാരത്തിൻ്റെ ഈ പറയുന്ന ശ്രേണീകൃത അസമത്വത്തെക്കുറിച്ചും അധീശത്വത്തെക്കുറിച്ചും അതിനെ വിമർശാവബോധത്തിലൂടെ, ജ്ഞാനമാർഗത്തിലൂടെ, വളരെ സമാധാനപരമായ, വളരെ ജനായത്വപരമായ ജ്ഞാനമാർഗത്തിലൂടെ എങ്ങനെ അപനർമ്മിക്കാം, വിമർശിക്കാം, അതിനെ മറികടന്നുകൊണ്ട് എങ്ങനെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രതിനിധാനങ്ങളെ വികസിപ്പിച്ചുകൊണ്ട്
പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലൂടെ രാഷ്ട്രീയ പ്രാതിനിധ്യം എന്ന ജനായത്ത രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് അടിത്തട്ട് ജനവിഭാഗങ്ങളുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ വെട്ടിനീക്കപ്പെട്ട ചവിട്ടി താഴ്ത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിമോചനം സാധ്യമാക്കാം എന്നതിനെക്കുറിച്ച് രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ വളരെ സമാനമായിരുന്നു. നിരവധി ഇറ്റാലിയൻ ചിന്തകരൊക്കെ തന്നെയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പുസ്തകം എഴുതുന്നത്. സ്പാനിഷ് അമേരിക്കൻ പണ്ഡിതയായ ഡൊറോത്തി ഫിഗുവേര അതിനെക്കുറിച്ച് എഴുതുന്നു. കൊസിമോ സെനെ എന്ന് പറയുന്ന ഇറ്റാലിയൻ രാഷ്ട്രീയ തത്വ ചിന്തകൻ, അദ്ദേഹം ഗ്രാംഷി അംബേദ്കറേയും താരതമ്യം ചെയ്തുകൊണ്ട് സബാൾട്ടേൺ ആൻഡ് ദളിറ്റ്സ്, ട്രജക്ടറീസ് ഓഫ് സബാൾട്ടേൺസ് ആൻഡ് ദളിറ്റ്സ് എന്ന് പറഞ്ഞ പ്രത്യേക പുസ്തകം വളരെ വിശദമായി എഴുതിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ ലോകത്ത് നടക്കുന്നുണ്ട്. ലോകം അംഗീകരിച്ച ഒരു വിചാര മാതൃകയാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാന ജനതയെക്കുറിച്ചുള്ള സമീക്ഷകൾ, കീഴാളത്തെക്കുറിച്ചുള്ള സമീക്ഷകൾ. ഇത് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്, ഒരു ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ പരിപ്രേക്ഷ്യത്തിൽ പ്രാതിനിധ്യവും പ്രതിനിധാനവും നിഷേധിക്കപ്പെട്ട, പ്രത്യേകിച്ചും സാംസ്കാരിക രംഗത്ത്, കാരണം സാംസ്കാരിക മൂലധനങ്ങളൊക്കെ തന്നെ, പ്രതീകാത്മക മൂലധനങ്ങളൊക്കെ തന്നെ, അത് മറ്റൊരു ഫ്രഞ്ച് ദാർശനികനായ പിയറി ബോർദിയുവിൻ്റെ ഒരു സങ്കല്പന ഉപയോഗിച്ച് പറഞ്ഞാൽ എല്ലാത്തരം വിദ്യാഭ്യാസ സാംസ്കാരിക മൂലധനങ്ങളും നിഷേധിക്കപ്പെടുന്ന എല്ലാത്തരം അടയാള പ്രതിനിധാന പ്രാതിനിധ്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു. കാരണം ഭാഷ പോലും വിലക്കപ്പെട്ടിരുന്നു. നല്ല ഭാഷ പോലും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, നല്ല വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, മുട്ടിന് താഴേക്കും അരയ്ക്ക് മുകളിലേക്കും തുണി ചുറ്റാൻ പോലുമുള്ള അവകാശം, സ്വന്തം ശരീരത്തിലെ രോമത്തിൻ്റെ മേൽ പോലും സ്വയം നിർണ്ണയന അവകാശം ഉണ്ടായിരുന്നില്ല. പയ്യങ്കാളിയുടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം കടന്നുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽമീശ, അദ്ദേഹത്തിൻ്റെ തലപ്പാവ്, ആ കടുക്കൻ, അതുപോലെ തന്നെ ആ വെള്ള ബനിയനും വെള്ളമുണ്ടും ആ വില്ലുവണ്ടിയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നത് ഈ നിഷേധിക്കപ്പെട്ട സ്വാഭിമാനം, മനുഷ്യാവകാശം, സാംസ്കാരികവും സാമൂഹ്യവുമായ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങളും സഞ്ചാരസ്വാതന്ത്ര്യവും തുണിയുടുക്കാനും വഴി നടക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെട്ട സമയത്താണ് അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി യാത്ര നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മനുസ്മൃതിയുടെ കിരാതമായ ഭരണമായിരുന്നു 1950 വരെ ഈ ബാബാ സാഹിബിൻ്റെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് വരെ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ആധുനികതയുടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി സൂക്ഷ്മമായി പറയുമ്പോൾ കൊളോണിയൽ ആധുനികതയുടെ, അധിനിവേശ ആധുനികതയുടെ വളരെ സമ്മിശ്രമായ വിമോചന പരിസരത്ത് ഇന്ത്യയിലെ ബഹുജന കോടികളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിപ്ലവാത്മകമായ വിമോചന പോരാട്ടം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോരാട്ടത്തിൻ്റെ സാംസ്കാരികവും സാമൂഹ്യവുമായ ഉയർപ്പിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നാടകത്തിൻ്റെയും സംസ്കാരം, നോവലിൻ്റെ, സാഹിത്യത്തിൻ്റെ പൊതുവായ പുതിയ വ്യവഹാരങ്ങൾ വരുന്നത് പോലും. കാരണം അതുവരെ ഇവിടെ ഈ പറയുന്ന സ്മൃതിശ്രുതി പുരാണങ്ങളുടെ, അല്ലെങ്കിൽ കാവ്യേതിഹാസ പുരാണേതിഹാസങ്ങളുടെ, സംസ്കൃത കാവ്യേതിഹാസങ്ങളുടെ ഒരു പാരമ്പര്യം മാത്രമേ ഇവിടെ സാധ്യമായി, അല്ലെങ്കിൽ അത് മാത്രമാണ് യഥാർത്ഥത്തിൽ സാഹിത്യം എന്ന് അംഗീകരിച്ചിരുന്നുള്ളൂ. ഭാഷ പോലും അംഗീകരിച്ചില്ലല്ലോ. നമുക്കറിയാം മേൽപ്പത്തൂരും പൂന്താനവും ഒക്കെ തമ്മിലുള്ള ഡിബേറ്റുകളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഭക്തി വിഭക്തി സംവാദങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഒരു പുതിയ സാഹിത്യ വ്യവഹാരം, അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ യൂറോപ്പിൻ്റെ ജ്ഞാനോദയ ചിന്തയും ആധുനികതയും ഒക്കെയായി ബന്ധപ്പെട്ട് നിരവധി ബൈബിൾ പരിഭാഷകളുടെയും അത്തരത്തിലുള്ള മിഷണറി പ്രവർത്തനങ്ങളുടെയൊക്കെ വളരെ സമ്മിശ്രമായ ഇവാഞ്ചലിക്കൽ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ കൊളോണിയൽ ആധുനികതയുടെ സമ്മിശ്രമായ ആ വിമോചന പരിസരത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ പുതിയ തരത്തിലുള്ള ഒരു സാഹിത്യ ഭാവന വികസിച്ചത്. നോവലിൻ്റെ വികാസം യഥാർത്ഥത്തിൽ നാടകത്തിന് സമാന്തരമോ അതിന് തൊട്ടു മുമ്പോ ആയി കേരളത്തിൽ നടന്നിട്ടുള്ള നോവലിൻ്റെ വികാസം ഒരു സമാന്തര ഉദാഹരണമാണ്. അപ്പോൾ അത് തികച്ചും ആധുനികവും യൂറോപ്യനുമായ ഒരു ഗണവും വഴക്കവുമായിരുന്നു. ഒരു സാഹിത്യ ഗണമാണ് നോവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ മിഷണറി ആധുനികതയിലാണ്. ഇപ്പോൾ ആർച്ച് ഡീക്കൻ കോശിയാകട്ടെ, പുലേരി കുഞ്ചു, അതുപോലെ പോളിൻസ് മദാമ്മയുടെ ഘാതകവധം അടക്കമുള്ള നോവലുകളൊക്കെ ആകട്ടെ, ഇതൊക്കെ തന്നെ
ആ കൊളോണിയൽ ആധുനികതയുടെ, മിഷണറി ആധുനികതയുടെ സന്ദർഭത്തിൽ ഉണ്ടായ പുതിയ ഒരു നവീനമായ ബൈബിൾ ഭാഷയുടെയും ഭാഷയുടെ തന്നെ ഒരു പുതിയ രൂപീകരണത്തിൻ്റെയും ഭാഗമായി ഉണ്ടായ ഒരു വ്യവഹാരത്തിലാണ് സാധ്യമാണ്. അപ്പം അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നാടകത്തിൻ്റെയും ആധുനികമായ നാടകത്തിൻ്റെയും ഇവിടെയൊക്കെ തന്നെ നമ്മുടെ ഈ ആധുനികതാവാദം ഈ രണ്ട് പദാവലികൾ എപ്പോഴും നമ്മൾ മലയാളത്തിൽ സമ്മിശ്രമായി ഉപയോഗിച്ചുകൊണ്ട് വലിയ ആശയപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ആധുനികത, യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റ് മോഡേണിറ്റിയാണ് നാം ആധുനികത എന്ന് വിളിക്കുന്നത്. മറ്റത് പിന്നീട് നാം കഴിഞ്ഞ മാസമൊക്കെ ഇവിടെ ആഘോഷിച്ച യുലീസസിൻ്റെയും എലീറ്റിൻ്റെയും ഒക്കെ പറയുന്ന സാഹിത്യത്തിലുണ്ടായ ഒരു വിപ്ലവാത്മകത, അതിന് ആധുനികതാവാദം എന്ന് പറഞ്ഞാലേ ശരിയാകുള്ളൂ. കാരണം രണ്ടും കുറേ അംശങ്ങളിൽ ഏതാണ്ട് ഒന്നിച്ചു നിൽക്കുമ്പോൾ പോലും വളരെ വ്യത്യസ്തമായ രൂപീകരണങ്ങളും തലങ്ങളും മാനിഫെസ്റ്റേഷൻസും ഉള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ ആധുനികതയുടെ ഒരു വ്യവഹാരം, മോഡേണിറ്റിയുടെ വ്യവഹാരത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ നാടകങ്ങൾ 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായി വരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സംസ്കൃത നാടക പാരമ്പര്യമുണ്ട്, അത് യുനെസ്കോയുടെയൊക്കെ ലിസ്റ്റിങ്ങിലുള്ളതാണ്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ വംശാവലികൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 8ാം നൂറ്റാണ്ടിന് മുമ്പേക്ക് കുടിയാട്ടത്തിന് പാരമ്പര്യമുണ്ടെങ്കിൽ അത് തികച്ചും ബൗദ്ധമാകാനേ തരമുള്ളൂ. കാരണം 8ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഹൈന്ദവമായ അല്ലെങ്കിൽ ബ്രാഹ്മണികം, ഹൈന്ദവം എന്ന പദാവലി തന്നെ 17ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഏതാണ്ട് ചിട്ടപ്പെടുത്തപ്പെട്ട് രേഖപ്പെടുത്തി പ്രിന്റിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം അതിനു മുമ്പ് 8ാം നൂറ്റാണ്ടിന് മുമ്പ് എന്തെങ്കിലും കലാരൂപങ്ങൾ നിലനിൽക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തികച്ചും ബൗദ്ധമാകാനേ തരമുള്ളൂ. കാരണം കേരളത്തിന് വെളിയിലൊക്കെ തന്നെ ഇന്തോനേഷ്യയിലാകട്ടെ, സൗത്ത് ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലാകട്ടെ, അവിടെയൊക്കെ അത്തരം നാടകങ്ങളുണ്ട്, നാടക വഴക്കങ്ങളുണ്ട്, കൂടിയാട്ടത്തിന് സമാനമായിട്ടുള്ളത്. അവിടെയൊക്കെ തന്നെ അത് ബൗദ്ധമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമായി ഒരു എക്സെപ്ഷൻ ഉണ്ടാകാൻ സാധ്യതയും. അപ്പോൾ അത്തരം പാരമ്പര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും സാധാരണ ജനങ്ങൾക്കും ബഹുജനങ്ങൾക്ക് എന്ന് പറയാവുന്ന രീതിയിൽ അവർക്ക് പ്രാതിനിധ്യവും അവർക്ക് പ്രതിനിധാനങ്ങൾ വികസിപ്പിക്കാൻ അവർക്ക് കാണികളായിട്ടെങ്കിലും കയറിയിരിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു നാടക വ്യവസ്ഥ, ഒരു പൊതുമണ്ഡലം രൂപീകരിക്കപ്പെട്ടു വന്ന 19ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. അല്ലെങ്കിൽ ആധുനികതയും ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ബ്രിട്ടീഷുകാരുടെ പള്ളിക്കൂടങ്ങൾ തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. അതിന് പിന്നെ ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം 1810-12 മുതൽ കേണൽ മൺറോയൊക്കെ സ്ഥാപിക്കുന്ന സ്കൂളുകൾ തിരുവിതാംകൂറിൽ തുടങ്ങുന്നുണ്ട്. അതിനൊക്കെ ഏതാണ്ട് ഒരു അരനൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് 1850-കൾ 60-കൾ 66-ൽ മാത്രമാണ് നമുക്ക് ഒരു വിവർത്തനത്തിലൂടെ ഒരു നാടകം സാധ്യമായിരിക്കുന്നത്. അതിനെപ്പോഴും പലപ്പോഴും വളരെ ക്ലീനരായിട്ടുള്ള പരമ്പരാഗത പണ്ഡിതർ അതിനെ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ ഔദ്യോഗിക ഭാഷ്യമനുസരിച്ച് ആദ്യത്തെ അംഗീകരിക്കപ്പെട്ട ഒരു നാടകം അല്ലെങ്കിൽ നാടക രചന എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കേളവർമ്മ വലിയോയി തമ്പുരാൻ്റെ മണിപ്രവാള ശാകുന്തളമാണ്. കാളിദാസ കവിയുടെ ശാകുന്തളത്തിന് മണിപ്രവാള ശൈലിയിൽ വലിയോയി തമ്പുരാൻ നടത്തിയ പരിഭാഷ, അതിൻ്റെ അച്ചടി നടന്നിരിക്കുന്ന 1882-ലാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഔദ്യോഗിക സർക്കാരിൻ്റെയൊക്കെ കൾച്ചറിനെ കുറിച്ചുള്ള കേരള culture.org നോക്കിയാൽ നമുക്ക് കാണാവുന്നത് വലിയ കോയിത്തമ്പുരാൻ്റെ ഈ പറയുന്ന പിന്നെ മണിപ്രവാള ശാകുന്തളം എന്ന പരിഭാഷ പദ്യ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും സിലബസുകളിൽ പല ഇടങ്ങളിലും ഉണ്ടെങ്കിൽ പോലും വ്യാപകമായി പഠിച്ചു കാണുന്നില്ല. നേരത്തെയൊക്കെ വളരെ വ്യാപകമായി പാഠപുസ്തകങ്ങളിലൊക്കെ ഉൾപ്പെടുത്തി ഇപ്പോഴും സർക്കാരിൻ്റെ കൾച്ചറിനെ കുറിച്ചുള്ള വെബ്സൈറ്റിൽ കിടക്കുന്നത് 1882-ലെ വലിയ കോയിത്തമ്പുരാൻ്റെ മണിപ്രവാള ശാകുന്തളമാണ് കേരളത്തിലെ അല്ലെങ്കിൽ കേരള ഭാഷയിലെ ആദ്യത്തെ ഒരു നാടകം സമ്പൂർണമായ ഒരു നാടകം എന്ന രീതിയിലാണ്. പക്ഷേ പിന്നീട് നടന്നിട്ടുള്ള ഗവേഷണങ്ങൾ, അടുത്ത കാലത്ത് നടന്നിട്ടുള്ള പുതിയ തരത്തിലുള്ള പഠനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആധുനികതയെക്കുറിച്ചുള്ള വിമർശ വിചാരങ്ങൾ വെളിപ്പെടുത്തുന്നത് അതിന് എത്രയോ മുമ്പ്, അതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1860-കളിൽ തന്നെ
കേരളത്തിൽ കേരള ഭാഷയിൽ ഒരു നാടകം വന്നിട്ടുണ്ട്. ഇത് സംസ്കൃതത്തിൽ നിന്നാണ് വലിയ കോയി തമ്പുരാൻ്റെ വിവർത്തനം, കാവ്യവിവർത്തനം വന്നിരിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് നേരിട്ട് മലയാള ഭാഷയിലേക്ക് വന്നിരിക്കുന്ന ഒരു നാടകം 1866 തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കും. അതാണ് നമ്മുടെ ഉമ്മൻ ഫിലിപ്പോസിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിവർത്തനമാണ്. ഷേക്സ്പിയറുടെ ഒരു പാഠമാണ് ഉമ്മൻ ഫിലിപ്പോസ് 1866 തന്നെ അദ്ദേഹം വിവർത്തനം ചെയ്ത് ആൾമാറാട്ടം എന്ന പേരിൽ 1866 ആൾമാറാട്ടം വന്നിരിക്കുകയാണ് ഉമ്മൻ ഫിലിപ്പോസ്. പശ്ചിമ താരകയുടെയൊക്കെ എഡിറ്ററായിരുന്നു. വളരെ ചുരുങ്ങിയ നാൾ മാത്രം ജീവിച്ചൊരു മനുഷ്യനാണ്. കൊച്ചിയിൽ നിന്നാണ് ഇതൊക്കെ അടിച്ചിറക്കിയിരിക്കുന്നത്. പശ്ചിമ താരക വന്നതും കൊച്ചിയിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ പത്രാധിപർ 1850-കളിൽ തന്നെ അദ്ദേഹം പശ്ചിമ താരകയുടെ എഡിറ്ററായി മാറുകയും അവിടെയൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ വിവർത്തനം നിർവഹിച്ച് പുറത്തു കൊണ്ടുവന്നതാണ്. ഷേക്സ്പിയറുടെ ഷേക്സ്പിയറുടെ ആ രചന ഞാൻ വിട്ടുപോയി. ആൾമാറാട്ടം എന്ന പേരിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി രചനകൾ ആർച്ച് ഡീക്കൻ കോശിയുടെയൊക്കെ ഫിക്ഷനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അപ്പം നിരവധി പാതിരിമാരും മിഷണറിമാരും ഒക്കെ നടത്തിയ നിരവധി പരിശ്രമങ്ങളുടെയും കൂടെ ഭാഗമായിട്ടാണ്. കാരണം അദ്ദേഹം CMS കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. അപ്പം അവിടെ അന്ന് ഇംഗ്ലീഷ് മാത്രമല്ല, അന്ന് ഗ്രീക്കും ലാറ്റിനും ജിയോഗ്രഫി, മാത്തമാറ്റിക്സ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഓണേഴ്സ്, അന്നത്തെ BA ഓണേഴ്സോ മറ്റോ എടുത്ത ഒരു മനുഷ്യനാണ്. അന്ന് അഫിലിയേഷൻ എനിക്ക് തോന്നുന്നത് മദ്രാസ് സർവകലാശാലയും ഒക്കെ ആയിട്ടോ മറ്റോ ആണ് CMS കോളേജിൻ്റെ അക്കാലത്തെ അഫിലിയേഷൻ. അപ്പോൾ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് കൃത്യമായ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഭാഷയിലെ ആദ്യത്തെ നാടകങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അല്ലാതെ സംസ്കൃത സാഹിത്യത്തിൽ നിന്ന് 82-ൽ വലിയ കോയി തമ്പുരാൻ ഉണ്ടാക്കിയ ഒരു സംഭവമല്ല നാടകം, ഭാഷയിലെ നാടകം. മറിച്ച് ആധുനികതയുമായുള്ള ഇടപെടലുകൾ, പാശ്ചാത്യ ആധുനികത, കൊളോണിയൽ ആധുനികതയുമായി നടന്ന വലിയ സംവാദങ്ങളുടെയും ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു വളരെ നേരിട്ടുള്ള ഒരു പ്രതിഫലനമായിട്ടാണ് ഈ ഷേക്സ്പിയറിൽ നിന്ന് ആൾമാറാട്ടത്തിലേക്ക് നമ്മുടെ ഉമ്മൻ ഫിലിപ്പോസ്, കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് എന്ന് പറയുന്നത് ശരിക്കും മല്ലപ്പള്ളിക്കാരനാണ്. മല്ലപ്പള്ളിയിലെ കല്ലൂർ പാറയിലെ കല്ലൂരിലെ ഉമ്മൻ്റെ മകനായിട്ടുള്ള ഫിലിപ്പോസാണ്. അദ്ദേഹമാണ് ആ വിവർത്തനം നിർവഹിച്ച് ഒരു പുതിയ നാടകമായിട്ട് ഭാഷയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, വലിയ കോയി തമ്പുരാൻ്റെ ഈ രചന നോക്കുമ്പോൾ നമുക്ക് 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലെ പല വലിയ ജാതി സമൂഹത്തിലെ വലിയ ദമനങ്ങളും തമസ്കരണങ്ങളും ഹിംസകളും, ജാതിയുടെ ഹിംസയും കൂടി വ്യക്തമാക്കുന്ന ഒരു പ്രകരണമാണ്. ജാതി എങ്ങനെയാണ് സംസ്കാരത്തെ നിർണ്ണയിക്കുന്നത്, ജാതി എങ്ങനെയാണ് സാഹിത്യ രൂപങ്ങളെയും അല്ലെങ്കിൽ എഴുത്തുകാരെയും പുസ്തകങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം കൂടിയാണ് നമ്മുടെ ഈ മണിപ്രവാള ശാകുന്തളം. 882-ലാണ് അതിൻ്റെ അച്ചടി നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് നാം അന്വേഷിക്കുമ്പോൾ വലിയ കോയി തമ്പുരാൻ്റെ സമകാലികരായിരുന്ന നിരവധി അവർണ്ണ എഴുത്തുകാരെ കുറിച്ചുള്ള സൂചനകൾ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് ലഭ്യമാണ്. ഇപ്പോൾ പുതിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേറ്റവും മുന്നിട്ട് നിന്നിരുന്നത് അന്ന് തിരുവനന്തപുരത്ത് കൊട്ടാരത്തിൽ വരെ കൊട്ടാരം വൈദ്യരും കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട കലാരസികനും ഒക്കെ തന്നെ ആയിരുന്ന 2 പേരെ കുറിച്ചുള്ളതാണ്. അവരാണ് വെളുത്തേരി എന്നും പെരുന്നെല്ലി എന്നും അറിയപ്പെട്ട 2 അവർണരായിട്ടുള്ള 2 വിദ്വാൻമാരും വൈദ്യന്മാരുമായിരുന്നു ഈ പ്രധാനപ്പെട്ട കലാരസികന്മാർ. അപ്പോൾ വെളുത്തേരി കേശവൻ വൈദ്യർ പ്രത്യേകിച്ചും അദ്ദേഹം നാടകത്തിൽ വളരെയധികം തൽപരനായിരുന്നു എന്ന് മാത്രമല്ല, നാടകങ്ങൾ വളരെ കളിതമാശയായിട്ട് എഴുതി അഭിനയിക്കുക, കളിക്കുക, അതിൽ അഭിനയിച്ച് തന്നെ അതിൽ നടിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജീവിതചര്യ എന്ന് തന്നെ പറയാം. അതൊരു ബഹുമുഖ പണ്ഡിതനായിരുന്നു. നമുക്കറിയാം, നാരായണ ഗുരുവിൻ്റെ തന്നെ സതീർത്ഥ്യന്മാരായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് അന്ന് അവർണർക്ക് കുടിപ്പള്ളിക്കൂടങ്ങൾ നടത്താൻ യാതൊരു സാഹചര്യവും നിർവാഹവും ഇല്ലായിരുന്നു. കാരണം 4ാം വർണ്ണമായ ശൂദ്രർക്ക് പോലും അത് അവിടെ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ശൂദ്രർക്കെങ്കിലും നടത്താവുന്ന ഒരു കുടിപ്പള്ളിക്കൂടം ഉള്ളത് കായംകുളത്താണ്. വളരെ വടക്കോട്ട് മാറി വളരെയധികം കിലോമീറ്റർ, 100 കിലോമീറ്റർ വടക്കോട്ട് മാറി കായംകുളത്ത് പുതുപ്പള്ളിയിൽ വാരണപ്പള്ളിക്ക് അടുത്ത് മാത്രമാണ്
അങ്ങനെ മലയാളി ശൂദ്രർക്ക് തന്നെ, നായന്മാർക്ക് തന്നെ നടത്താവുന്ന ഒരു കുടിപ്പള്ളിക്കൂടമുള്ളത്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഇവരുടെ വിദ്യാഭ്യാസം. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവും ഗുരുവിൻ്റെ സതീർത്ഥ്യരായി വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ പെരുന്നെല്ലിയും അതുപോലെ തന്നെ വെളുത്തേരിയും ഒക്കെ തന്നെ. അപ്പോൾ ആ വെളുത്തേരി കേശവൻ വൈദ്യരാണ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഒരുപാട് വിശദാംശങ്ങൾ ആവശ്യമായ കാര്യങ്ങളാണ്. പക്ഷെ സമയ പരിമിതി മൂലം ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങൾ ചുരുക്കുകയാണ്. എങ്ങനെയാണ് ബ്രിട്ടീഷ് പള്ളിക്കൂടങ്ങൾ തുടങ്ങുന്നത്, അപ്പോഴെങ്ങനെയാണ് സവർണ വിദ്യാർത്ഥികൾ പ്രാചീന കുടിപ്പള്ളിക്കൂടങ്ങളിൽ നിന്ന്, പ്രാചീന കുടിപ്പള്ളിക്കൂടങ്ങൾ പള്ളിയുടെയും പള്ളിക്കൂടത്തിൻ്റെയും പട്ടക്കാരുടെയും പാരമ്പര്യത്തിൽ വരുന്ന ബൗദ്ധ സ്ഥാപനങ്ങളായിരുന്നു. പക്ഷെ മധ്യകാലത്തോടുകൂടി 13, 14, 15, 16 നൂറ്റാണ്ടോടുകൂടി ഇതൊക്കെ ഹൈന്ദവീകരിക്കപ്പെടുകയും പിന്നീട് അവർണരാക്കി മാറ്റപ്പെട്ട പ്രാചീന ബൗദ്ധർക്ക് അത് നടത്താൻ പാടില്ല എന്ന വ്യവസ്ഥ ഉണ്ടാവുകയും ശൂദ്രർക്ക് തന്നെ അത് പാടില്ല എന്ന രീതിയിൽ വിലക്ക് വരികയും പിന്നെ ചെറിയ ചില പോക്കറ്റുകളിൽ മാത്രം ഈ പറഞ്ഞതുപോലെ വാരണപ്പള്ളി, കുമ്മൻപള്ളി രാമപിള്ളയാശാന്റെ അടുത്താണ് ഇവരൊക്കെ വന്ന് പഠിക്കുന്നത്. ഈ പറയുന്ന വടക്കോട്ട് 100 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് അന്ന് വള്ളത്തിലും മറ്റും സഞ്ചരിച്ച് വന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം സമയം കൂടുതൽ ദീർഘിക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വെളുത്തേരി, ഗുരുവിൻ്റെ സതീർത്ഥനായിരുന്ന വെളുത്തേരി നടത്തിയതാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ശാകുന്തളത്തിൻ്റെ, കാളിദാസ ശാകുന്തളത്തിൻ്റെ വൈദ്യപ്രമുഖർ എന്ന നിലയിൽ അവർ ഈ അഷ്ടാംഗ ഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും മറ്റുമൊക്കെ പഠിക്കുകയും അതുപോലെ തന്നെ അന്ന് അമരകോശത്തിലാണ് ഇതെല്ലാം തുടങ്ങുന്നത്. സിംഹള ബുദ്ധഭിക്ഷുവായിരുന്ന അമരസിംഹൻ എഴുതിയതാണ്. 5 നൂറ്റാണ്ടിനും 7 നൂറ്റാണ്ടിനും ഇടയിൽ എപ്പോഴോ രചിച്ച ഒരു രചനയാണ് അമരകോശം എന്ന് പറയുന്നത്. കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലെയും ഒക്കെ തന്നെ, ഇന്ത്യയിൽ പൊതുവെ തന്നെ പഴയകാലത്ത് ഉണ്ടായിരുന്ന ഒരേ ഒരു പ്രധാന നിഘണ്ടു ഭാഷയിലെ, സംസ്കൃത ഭാഷയിലെ ആകട്ടെ പ്രാകൃത ബദ്ധമുള്ള വാക്കുകൾ വരെ വരുന്ന രീതിയിൽ. ബുദ്ധൻ്റെയൊക്കെ കാര്യം നമുക്ക് അറിയാം. ബുദ്ധൻ്റെ 18 പര്യായങ്ങൾ അമരകോശത്തിലാണ് യഥാർത്ഥത്തിലുള്ളത്. ശ്രീലങ്ക സന്ദർശിച്ച സന്ദർഭത്തിൽ ഗുരു എന്താണ് താങ്കളുടെ മതം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടേതും ബുദ്ധമതം തന്നെ, എന്താ സംശയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഗുരു അതിന് പ്രമാണം ഉദ്ധരിക്കുന്നത് അമരസിംഹൻ, അവരുടെ നാട്ടുകാരനായ സിംഹള ബുദ്ധഭിക്ഷുവായിരുന്ന അമരസിംഹൻ ഈ 5 നൂറ്റാണ്ടിൽ എഴുതിയ അമരകോശം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഞാൻ യഥാർത്ഥ അദ്വൈതവാദിയാണ്. അത് ഈ പറയുന്ന 9 നൂറ്റാണ്ടിലുണ്ടായ അദ്വൈതവാദമല്ല, അതിനു മുമ്പ് 2500 വർഷം അപ്പുറത്തു നിന്നുള്ള അദ്വൈതവാദി വിനായക, ദശബലു ഷഡഭിജ്ഞു അദ്വൈതവാദി വിനായക എന്നുള്ള ആ അമരകോശം ഉദ്ധരിച്ചുകൊണ്ടാണ് ഗുരു തന്നെ തൻ്റെ മതം ബുദ്ധൻ്റെ ചിന്ത തന്നെയാണെന്നും ആ അദ്വൈതവാദിയുടെ വിനായകനായ, മറ്റൊരു നായകനില്ലാത്ത അല്ലെങ്കിൽ സർവത്തിൻ്റെയും ലോകനാഥനായ ബുദ്ധൻ്റെ തത്വചിന്തയിലാണ് എൻ്റെ ദർശനം അടങ്ങിയിരിക്കുന്നത് എന്നും സംശയലേശമില്ലാതെ ഗുരു സ്ഥാപിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച ഇത്രയേ ഉള്ളൂ. ഈ അമരകോശമൊക്കെ പഠിച്ചിരുന്നത് കൊണ്ട് ഈ വൈദ്യന്മാർക്ക് സംസ്കൃതം എന്ന് പറയുന്നത് അവർക്ക് വളരെ കളിമൊഴി തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം കാളിദാസനെ വായിക്കുകയും കാളിദാസൻ്റെ ഈ ശാകുന്തളം, അഭിജ്ഞാന ശാകുന്തളം യഥാർത്ഥത്തിൽ ഭാഷയിലേക്ക് കുറച്ചുകൂടി നവീനമായ ആധുനികമായ ഒരു ഭാഷയിലേക്ക്, തെളിഞ്ഞ പദ്യത്തിലേക്ക് വിവർത്തനം ചെയ്തത് വെളുത്തേരിയാണ് എന്നാണ്. നിരവധി ഗ്രന്ഥങ്ങൾ, വെളുത്തേരിയെയും പെരുന്നെല്ലിയെയും കുറിച്ചുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ ഈ പരാമർശം വരുന്നുണ്ട്. ജി പ്രിയദർശൻ്റെ തന്നെ സാഹിത്യ സംഭവങ്ങൾ എന്ന് പറയുന്ന അടുത്ത കാലത്ത് വന്ന പുസ്തകത്തിലും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, ഇതിനെക്കുറിച്ച് മൂലൂർ എഴുതിയ ഒരു പദ്യം പോലും ഉദ്ധരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭാഷയിലെ ആദ്യത്തെ ശാകുന്തള വിവർത്തകൻ, അതുപോലെ തന്നെ ആ നാടകം, ശാകുന്തളം നാടകം ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് ആദ്യം കളിച്ചു നടന്നത്, അവതരിപ്പിച്ച് തിരുവനന്തപുരത്ത് എങ്ങും പേട്ടയിലടക്കം അവതരിപ്പിച്ച് നടന്നത് യഥാർത്ഥത്തിൽ വെളുത്തേരി കേശവൻ വൈദ്യരാണ്. പക്ഷേ അന്ന് നമുക്കറിയാം രാജാധികാരത്തിൻ്റെ പ്രാമാണ്യമാണ്. 1880-കൾ, 19 നൂറ്റാണ്ടിൻ്റെ അവസാനം. അതുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞാൽ മാത്രമല്ല, കൊട്ടാരം വൈദ്യരും കൂടിയാണ്. ഒരു അവർണനെ 19 നൂറ്റാണ്ടിലും കൊട്ടാരം വൈദ്യനായി വെച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. 17 നൂറ്റാണ്ടിലാണ് ETH കാലം. അതിനുശേഷം ചാവറോഡ് വൈദ്യന്മാർ, ഇങ്ങനെ നിരവധി വൈദ്യന്മാർ, ഇവരൊക്കെ തന്നെ തൊട്ടുകൂടാത്തവരായ അവർണരാണ്. പൂർവ്വ ബൗദ്ധന്മാരായതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ, ജാതി ഹിന്ദുക്കളുടെ അടുത്തുപോലും വരാൻ വിലക്കുള്ളവരാണ്. പക്ഷെ ഇവരെയാണ് തിരുവിതാംകൂർ കൊട്ടാരത്തിലാകട്ടെ, കൊച്ചി രാജവംശത്തിലാകട്ടെ
പലരെയും പല കാലത്തും പലപ്പോഴും അവർണ വൈദ്യന്മാരെയാണ് അവിടെ വെച്ചിരുന്നത്. കാരണം അവരുടെ ഈ വൈദ്യപാണ്ഡിത്യം പരമ്പരാഗതമായിട്ടുള്ള ബുദ്ധിസവുമായ ബന്ധത്തിലൂടെയുള്ള വൈദ്യ പാരമ്പര്യം തന്നെയാണ്. അല്ലെങ്കിൽ അത് കൂടുതലും ഈ പറഞ്ഞതുപോലെ അഷ്ടാംഗ ഹൃദയ ശങ്കരങ്ങളിലൊക്കെ വരുന്ന പോലെ സംസ്കൃത ഭാഷാ പ്രാവീണ്യവും കൂടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വെളുത്തേരി നടത്തിയ ഒരു പരിഭാഷ വലിയോയി തമ്പുരാനെ ഏൽപ്പിക്കുകയും സംശോധനത്തിന് ഏൽപ്പിക്കുകയും അദ്ദേഹം അത് പിന്നീട് മുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത് പുറത്ത് ലോകം കണ്ടിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ ആ രാജവൈദ്യൻ എന്ന നിലയിൽ കൊട്ടാരം വൈദ്യൻ എന്ന സ്ഥാനം പോലും വെളുത്തേരിക്ക് നഷ്ടപ്പെടുകയും വെളുത്തേരി പിന്നീട് വളരെയധികം പീഡനങ്ങളും അപമാനങ്ങളും വളരെയധികം ബഹിഷ്കരണങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ഒക്കെയാണ്. അദ്ദേഹത്തെ വിഷം കൊടുത്തു കൊന്നു എന്നുള്ള ഒരു വ്യാഖ്യാനവും കൂടി നിലവിൽ ഉണ്ട്. അപ്പോൾ നിരവധി ജീവചരിത്രകാരന്മാരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള വലിയ ദമനങ്ങളും വലിയ ജാതിഹിംസകളും ഒക്കെ അടങ്ങുന്നതാണ് കാനോന എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കാനോന അല്ലെങ്കിൽ കാനൺ എന്ന് പറയുന്നത് ലിറ്റററി കാനൺ. കാനോന എന്ന് പറയുന്നത് മതത്തിൻ്റെതായ ഒരു വാക്കാണ്. കത്തോലിക്ക സഭയുടെ ബുദ്ധിസത്തിൻ്റെ ഒക്കെ കാനോന കാനൺ എന്ന് പറയുന്നത് അതിനെ ചോദ്യം ചെയ്യാനാവാത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ കാനോന നിർമ്മിക്കുമ്പോൾ നമ്മുടെ ഉമ്മൻ ഫിലിപ്പോസ് ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടു വ്യക്തമായ തെളിവുകളോടുകൂടി. കാരണം അച്ചടിയുടെ ഒരു മഷി അതിൽ പുരണ്ടു കഴിഞ്ഞിരിക്കും. പക്ഷേ വെളുത്തേരിയുടെയും പെരുന്നെല്ലിയുടെയും അത്തരത്തിലുള്ള നിരവധി കർത്തൃത്വങ്ങളുടെയും പൊയ്കലപ്പച്ചൻ പറയുന്നത് പോലെ കാണുന്നതിലൊരക്ഷരവും ഇവിടെ മനുഷ്യരില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അപ്പച്ചനെ പോലെ നിരവധി പേര് പാട്ടുപാടുകയും പറയുകയും അല്ലെങ്കിൽ ഈ നാടകീയമായ ഭാഷണങ്ങളും പ്രകടനങ്ങളും നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരൊക്കെ അദൃശ്യരാകുന്നു. അന്റോണിയോ ഗ്രാംഷി പറഞ്ഞതുപോലെ കീഴാളർക്ക് ചരിത്രത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ സാധിക്കുന്നില്ല. കാരണം കീഴാള ഭാഷണം, കീഴാള ചരിത്രം നിരന്തരം ചിതറിക്കപ്പെടുകയാണ്, നിരന്തരം തകർക്കപ്പെടുകയാണ്, നിരന്തരം ദമനം ചെയ്യപ്പെടുകയാണ്, ചവിട്ടിത്താഴ്ത്തപ്പെടുകയാണ്. മഹാബലിയുടെയും മഹിഷാസുരന്റെയും രാവണന്റെയും ഒക്കെ ചരിത്രം എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കഥ എന്ന് പറഞ്ഞതുപോലെ ഇത് നിരന്തരം അട്ടിമറിക്കപ്പെടുകയും ചിതറിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് വേറൊരു തരത്തിലുള്ള വലിയ അധികാരത്തിന്റെ ഭാഗമായ കാനോനുകൾ പിറയ്ക്കുന്നത് എന്ന് മാത്രമേ. അപ്പൊ കാനോന അധികാരത്തിന്റെ, അധീശത്വത്തിന്റെ, പുരുഷാധിപത്യത്തിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ പറഞ്ഞാൽ ബ്രാഹ്മണിക പൗരോഹിത്യ ആൺകോയ്മയുടെ കൃത്യമായ നിർമ്മിതിയാണ്. രാജാധികാരവും അത് ക്ഷത്രിയത്വവും നവക്ഷത്രിയവാദവും ഒക്കെ തന്നെ, ശൂദ്ര ആൺകോയ്മകളും കീഴാള ആൺകോയ്മകളും ഒക്കെ തന്നെ അതുമായിട്ട് വളരെ കലർന്നിരിക്കുകയാണ്. ഗ്രാംഷി പറഞ്ഞതുപോലെ ഇതൊക്കെ തന്നെ പരസ്പര വിരകളൊക്കെ തന്നെ അതിൻ്റെ ഏജന്റായി മാറിക്കൊണ്ട് വർത്തിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നമ്മുടെ കാനോനകൾ, സാഹിത്യ കാനോനകൾ നിർമ്മിക്കപ്പെട്ട് വന്നിട്ടുള്ളത്. വെളുത്തേരിയുടെ ഈ ശാകുന്തള വിവർത്തനത്തിന്റെ ഒരു ഉദാഹരണം നാം ഓർത്തിരിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ളൊരു കാലത്തിന് ശേഷം 19ാം നൂറ്റാണ്ടിന്റെ അവസാനം തന്നെ ഏറ്റവും ജനകീയമായിരുന്ന നാടകാവിഷ്കാരങ്ങൾ യഥാർത്ഥത്തിൽ തമിഴ് നാടക പാരമ്പര്യത്തിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കിപ്പോൾ ശങ്കരപ്പിള്ള സാറ് തന്നെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ് ഭാഗവതന്മാരും തമിഴ് നാടക പാരമ്പര്യങ്ങളും ഒക്കെ മലയാള ഭാഷാ നാടകവേദി അല്ലെങ്കിൽ മലയാളത്തിലെ സംഗീത നാടക ആവിഷ്കാരങ്ങൾ ഉയർക്കൊണ്ടുവരുന്നത് ഏതാണ്ട് 1910-കൾക്ക് ശേഷം 1920-കൾ മുതൽ മാത്രമാണ്. അപ്പൊ അതേസമയം അതിന് വളരെ മുമ്പ് 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യം മുതലെങ്കിലും തമിഴ് നാടക സംഗീത വഴക്കങ്ങൾ, തമിഴ് ഭാഗവതന്മാരുടെ പാട്ടുകൾ, അതായിരുന്നു ജനകീയമായിട്ടുള്ള ഒരു നാടകാവിഷ്കാരത്തിന്റെ ഭാഷ എന്ന് ശങ്കരപ്പിള്ള സാറിന്റെ തന്നെ മലയാള നാടക സാഹിത്യ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മറ്റുള്ളവരും ഒക്കെ തന്നെ കാട്ടുമോടം എഴുതിയിട്ടുണ്ട്. CJ തോമസിന്റെ തന്നെ രചനകളിൽ, നാടക ചരിത്രത്തെക്കുറിച്ചുള്ള രചനകളിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു തമിഴ് പാരമ്പര്യത്തിൽ നിന്നാണ്, ഒരു തായ് പാരമ്പര്യത്തിൽ നിന്നാണ് നാടകത്തിന്റെ ഒരു ജനകീയമായിട്ടുള്ള ആവിഷ്കാരം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിലോ, തെരുവുകൾ പോലുമില്ല, ജാതി തെരുവുകളാണ്. സാധാരണ മനുഷ്യർക്ക്, ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് ഈ തെരുവിലേക്ക് പ്രവേശനം തന്നെയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് പൊയ്കയിലപ്പച്ചനൊക്കെ സഞ്ചാര പ്രസംഗങ്ങളിലൂടെ, പല ഊടുവഴികളിലൂടെയും നാട്ട് ഇടവഴികളിലൂടെയും പരിയമ്പുറങ്ങളിലൂടെയും
അല്ലെങ്കിൽ കാടുകൾക്കുള്ളിലോ മലകളുടെ മുകളിലൊക്കെ കയറി നിന്നുകൊണ്ട് ചില പാട്ടുകളും പറച്ചിലുകളും ഒക്കെ പ്രാവർത്തികമാക്കുകയും ചെങ്ങന്നൂരാദി പ്രത്യേക രീതിയിൽ പഴയ നാടൻ പാട്ട് ചെങ്ങന്നൂരാദിയൊക്കെ പ്രത്യേക രീതിയിൽ പുതിയ രീതിയിൽ പാടുകയും അങ്ങനെ അടിസ്ഥാന ജനതയെ പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന തങ്ങളുടെ കുട്ടികളെ തന്നെ കുഴികുത്തി കഞ്ഞി കുടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കുഴികുത്തി തങ്ങളുടെ കുട്ടികളെ അതിൽ നിക്ഷേപിച്ചിട്ട് ചെളിയിലിറങ്ങി അന്തി വരെ പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ പോയിട്ടാണ് അവരെ രാത്രിയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടാണ് ടോണി മോറിസന്റെയൊക്കെ ബിലവഡ് പോലെയൊക്കെയുള്ള ആഫ്രിക്കൻ അമേരിക്കൻ അടിമത്തത്തെക്കുറിച്ചുള്ള ആ നോവലുകളിൽ കാണുന്നത് പോലെ രാത്രിയിൽ വെള്ളക്കാർക്ക് അല്ലെങ്കിൽ ജാതി ഹിന്ദുക്കൾക്കും അവരുടെ ഗുണ്ടകൾക്കും കടന്നു വരാൻ പറ്റാത്ത ചില സ്ഥലങ്ങളിലൊക്കെ പോവുക, പകുതി അവിടെ പറഞ്ഞതിന് ശേഷം ഓടി വേറൊരു സ്ഥലത്തേക്ക് പോവുക, അവിടെ നിന്ന് ബാക്കി പ്രകടനം നടത്തുക, പറച്ചിൽ അല്ലെങ്കിൽ പാട്ട് പാടുക അല്ലെങ്കിൽ നിലവിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വലിയ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള നാടകീയമായ പ്രകടനങ്ങൾ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പൊയ്കയിലപ്പച്ചനെ പോലെയുള്ള നിരവധി ദലിത് കർത്തൃത്വങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഇന്നൊരു വലിയ കവിയായിട്ടും അല്ലെങ്കിൽ സാഹിത്യത്തിലെ എഴുത്തിലെ ഭാഷണത്തിലെ ഒരു ശബ്ദമായി നാമമാത്രമായി അംഗീകരിക്കപ്പെട്ടു വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ പുതിയ നവദേശീയവാദ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇതെല്ലാം അസ്ഥാനത്താണ്. സംസ്കൃതവും ഹിന്ദിയും മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. പൊയ്കയിലപ്പച്ചനോ അല്ലെങ്കിൽ പാക്കനാരോ അതിനു മുമ്പ് 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഭാഷാപിതാവ് എന്ന് പറയുന്ന എഴുത്തച്ഛന് സമകാലികനായിരുന്നു പാക്കനാർ. അദ്ദേഹം ഇതുപോലെ വലിയൊരു മാന്ത്രികനും നാടകകാരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാടക വിദ്യായഥാർത്ഥത്തിൽ ഒരു മജീഷ്യൻ, അതുപോലെ തന്നെ ഒരു വലിയ വാഗ്ഗേയകാരൻ എന്ന നിലയിലാണ്. പാട്ടുപാടും 900 പാട്ടുകൾ നശിപ്പിക്കപ്പെട്ടു പോയി. ആ 900 പാട്ടുകളിൽ ഒന്നിൻ്റെ ഏതോ ഒരു ഭാഗത്ത് പിടിച്ചുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിൽ സഹോദരൻ അയ്യപ്പൻ ഓണപ്പാട്ട് വീണ്ടും കെട്ടിയുണ്ടാക്കി. പക്ഷേ പലരും പറയുന്നത് ഇത് ഗുണ്ടത്വ സായിപ്പോ മറ്റോ ഉണ്ടാക്കിയതാണ്, മറ്റാരൊക്കെ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ഇപ്പോഴും ഇത്തരത്തിലുള്ള അടിസ്ഥാന ജനതയുടെ കീഴാളരുടെ ശബ്ദഭാഷണങ്ങളെയും പ്രകടനങ്ങളെയും സാംസ്കാരികമായ അവരുടെ മുദ്രകളെയും അംഗീകരിക്കാനോ അറിയാനോ അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ അതിനെ കുറിച്ച് അന്വേഷിക്കാനോ ഒക്കെയുള്ള താല്പര്യം നമ്മുടെ പരിഷ്കൃതം വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന വലിയ വിദ്യാഭ്യാസം ഉണ്ട് എന്നൊക്കെ പറയുന്ന ജനങ്ങളിൽ പോലും ഇല്ല. സർവകലാശാല പ്രൊഫസർമാരിൽ പോലും ഗവേഷകരിൽ പോലും അത് കാണാൻ വളരെ വിരളമാണ് എന്ന ഒരു സത്യവും കൂടിയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും തമിഴ് പാരമ്പര്യത്തിൻ്റെ ധാരകൾ വളരെ പ്രാചീനമാണ് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. കാരണം ഈ പാട്ടുകളുടെ പാരമ്പര്യം പഴന്തമിഴ് പാട്ടുകളിലാണ്. സംഘകാലത്ത് ഇപ്പോൾ കീഴടിയിലും അതുപോലെ നമ്മുടെ പട്ടണത്തുമൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള ധമ്മലിപി അല്ലെങ്കിൽ തമിഴ് ബ്രാഹ്മി എന്ന് പറയുന്ന ധമ്മലിപിയൊക്കെ വെളിപ്പെടുത്തുന്നത് പോലെ 2000-2300 വർഷത്തിനപ്പുറത്തേക്കുള്ള എഴുത്തിൻ്റെ പാരമ്പര്യമാണ് സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ BC 2000 വരെയൊക്കെ പോകുന്ന ഇരുമ്പിൻ്റെ പാരമ്പര്യം സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ കീഴടിയിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകളാണ്. കേന്ദ്ര സർക്കാർ അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഏതാണ്. പക്ഷെ തമിഴ് സംസ്കാരത്തിൻ്റെ, ദ്രാവിഡ സംസ്കാരത്തിൻ്റെ, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭൂമിക ഉള്ളതുകൊണ്ട് സ്റ്റാലിൻ വളരെ ആർജവത്തോടുകൂടി നിൽക്കുന്നത് കൊണ്ട് അവർ ഒരു മധുരയിൽ ഒരു സൈറ്റ് മ്യൂസിയം സ്ഥാപിക്കുകയും അവിടെ നിന്ന് പിന്നെ വടക്കേ ഇന്ത്യയിലേക്ക് കടത്താൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ട പല കാര്യങ്ങളും അവരവിടെ നിലനിർത്തിയിരിക്കുകയാണ്. ധമ്മലിപി അടക്കമുള്ള വലിയ രത്നങ്ങളും വലിയ പോർട്രേറ്റ്സും ലോകമെമ്പാട് നിന്നുമുള്ള അവശിഷ്ടങ്ങളും നമ്മുടെ പട്ടണത്തു ഏതാണ്ട് അടച്ചുപൂട്ടിക്കെട്ടിയ നിലയിലാണ്. അപ്പോൾ തമിഴകത്ത് കുറച്ചുകൂടി പുരോഗമനാത്മകമായ അവരുടെ ചരിത്രത്തെക്കുറിച്ച് അവബോധം നമ്മുടെ പൊതുവായ തെന്നിന്ത്യയുടെ ഒരു നാഗരിക ചരിത്രമാണ്. ഇളംകുളം കുഞ്ഞമ്പിള്ള മാത്രമാണ് കേരളത്തിൽ അതിനെക്കുറിച്ച് എഴുതുകയും വിസ്തരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയാം, ഇളംകുളത്തിൻ്റെ ശിഷ്യരായി വന്ന പലരും നമ്മുടെ ഈ പ്രാചീനമായ സംസ്കാരം 3000-ലധികം വർഷം പഴക്കമുള്ള നമ്മുടെ നാഗരികമായ സംഘ സംസ്കാരം, ബുദ്ധൻ്റെ അടിസ്ഥാനാശയമായ ബുദ്ധം, സംഘം, ധമം എന്നീ അടിസ്ഥാനാശയങ്ങളിൽ ഉറച്ചിട്ടുള്ള സംഘത്തിൻ്റെ ഡെമോക്രാറ്റിക് സെക്റ്റിൻ്റെ ആ ഒരു സംസ്കാരം, മൈത്രീഭാവനയിൽ ഊന്നുന്ന സംസ്കാരത്തെ ആധാരമാക്കി വികസിച്ച ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പം അതുകൊണ്ടാണ് തമിഴിൻ്റെ സംസ്കാരം ആധുനിക കാലം വരെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും പ്രത്യേകിച്ചും തെക്കൻ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ പാശ്ചാത്യ അധിനിവേശം ഉണ്ടായ ഒരു സന്ദർഭത്തിൽ, പ്രത്യേകിച്ചും 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോൾ
പ്രത്യേകിച്ചും 16-ാം നൂറ്റാണ്ടിൽ അവർ മതപ്രചരണത്തിനായി ഒരു കലാരൂപത്തെ തിരഞ്ഞെടുത്തപ്പോൾ അവരെ തമിഴ് പാട്ടിൻ്റെയും തമിഴ് നാടക സംസ്കാരത്തിൻ്റെയും തമിഴ് ഭാഗവതന്മാരുടെ തന്നെ പാട്ടുകളെ, നിലവിലിരുന്ന പല പാട്ടുകളെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ചവിട്ടുനാടകത്തിൻ്റെ പാട്ടുകളിൽ നോക്കിയാൽ ഇപ്പോഴും കാണാം. ചവിട്ടുനാടകത്തിൻ്റെ പ്രാരംഭം മുതൽ മംഗളം പാടുന്നത് വരെ തമിഴ് ശൈലിയിലുള്ള പാട്ടുകളിലാണ്. മറ്റ് കലർപ്പുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പോർച്ചുഗീസ് ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും യൂറോപ്യൻ പദാവലിയും ലാറ്റിനും ഒക്കെ കലർന്നിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാനമായി അതൊക്കെ തന്നെ തമിഴ് ഈണങ്ങളിലും പാട്ടുകളുടെ ചിട്ടവഴക്കങ്ങളും മംഗളം പാടലും ഒക്കെ തന്നെ ആ തമിഴ് തായ് പാരമ്പര്യത്തിലാണ് എന്ന് നമുക്കറിയാം. അപ്പം തുടർച്ചയായ 500 വർഷത്തെ ഒരു ചരിത്രമാണ് നമ്മുടെ ചവിട്ട് നാടകത്തിന് കേരളത്തിലുള്ളത്. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു നിലനിൽക്കുന്ന ക്ലാസിക്കൽ എന്ന് പറയുന്നതോ നാടോടി എന്ന് പറയുന്നതോ ആയിട്ടുള്ള കലകൾക്കും തെയ്യത്തിനല്ലാതെ ഇത്രയും പ്രാചീനത, തുടർച്ചയായ ഒരു നൈരന്തര്യമുള്ള ഒരു ചരിത്രം, രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചവിട്ടുനാടകത്തെ എടുത്ത് പറയുന്നത്. ചവിട്ടുനാടകത്തിൽ എന്തുകൊണ്ട് പോർച്ചുഗീസുകാർ തമിഴ് ഭാഗവതന്മാരെ ഉപയോഗിച്ചു? കാരണം ജനഭാഷ, അന്നത്തെ ജനങ്ങളുടെ സംസ്കാര ഭാഷയും വിനിമയ ഭാഷയും ഒക്കെ തന്നെ തമിഴ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവർ തമിഴ് ഉപയോഗിക്കുകയും ഇപ്പോഴും ആ തമിഴ് പാട്ടും വഴക്കങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള നിരവധി നാടക പാരമ്പര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് പല രീതിയിലും പ്രച്ഛന്നമായ സങ്കരമായ രീതിയിലും നിലനിൽക്കുകയാണ് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം മുതലെങ്കിലും നമുക്ക് തമിഴ് നാടക പാരമ്പര്യങ്ങളുടെ വളരെ സവിശേഷമായ ഒരു ധാരയുണ്ടായിരുന്നു. അതിൽ അടിസ്ഥാന ജനതയ്ക്ക്, പ്രത്യേകിച്ചും അവർണ ജനവിഭാഗങ്ങൾക്ക്, ദലിത് ബഹുജനങ്ങൾ എന്ന് പറയുന്ന അവർണ ജനവിഭാഗങ്ങൾക്കും ശൂദ്രരിലെ തന്നെ താഴേക്കിടയിലുള്ള ശ്രേണീകൃത അസമത്വത്തിൻ്റെ പല ശ്രേണികൾ, അടിത്തട്ട് ശ്രേണികളിൽ ഉണ്ടായിരുന്ന ജനവിഭാഗങ്ങൾക്കൊക്കെ തന്നെ ശബ്ദവും നിർവാഹകത്വവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ സാംസ്കാരിക മൂലധനങ്ങളും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള വിനിമയങ്ങൾ ആ തമിഴ് പാട്ടുകളിലൂടെ, പ്രത്യേകിച്ചും അല്ലെങ്കിൽ തമിഴ് നാടക സംഘങ്ങളിലൂടെ ഒക്കെ തന്നെ ചവിട്ട് നാടകത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് പോലെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് നമുക്ക് അടിസ്ഥാന ജനതയുടെ ഒരു ഉയർപ്പ് എന്ന് പറയാവുന്നത് ഏതാണ്ട് വളരെ അടുത്ത കാലത്ത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കും. 21-ാം നൂറ്റാണ്ടിലൊക്കെ മാത്രമാണ് ഒരുപക്ഷെ ദലിതരുടെ ഒരു നാടക പ്രവേശം എന്ന് പറയുന്നത്. മറ്റ് നിരവധി തലങ്ങളിൽ ദലിതരും അവർണരും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തകരുണ്ടായിരുന്നു. ഇപ്പോൾ KPSCയുടെ മൂവ്മെൻറ്റിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ആയിരുന്നെങ്കിലും മറ്റ് മുഖ്യധാരയിലുണ്ടായിരുന്ന വിപണി നാടകവേദി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ നാടകം എന്ന് പറയുന്ന പ്രൊഫഷണൽ നാടക സംസ്കാരത്തിലൊക്കെ നിരവധി ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെയൊക്കെ സന്ദേശങ്ങൾ ഈ പറഞ്ഞതുപോലെ സാമാന്യബോധത്തെ പരോക്ഷമായി അല്ലെങ്കിൽ ജാതി പൊതുബോധത്തെ, സവർണവും ബ്രാഹ്മണികവുമായ വരേണ്യ കുലീന ബോധത്തെ പുനരുൽപാദിപ്പിക്കുന്ന അധീശപരമായ ഒരു സാമാന്യ സമവായത്തെയാണ് അവിടെയൊക്കെ ഊട്ടിയുറപ്പിച്ച് ആവർത്തിച്ച് കൊണ്ടുപോകുന്നിട്ടുള്ളൂ. കാരണം ജാതി വിമർശനത്തിലേക്ക് കടക്കുന്നില്ല. എല്ലാ വിഷയങ്ങളും വർഗത്തിലേക്ക് ചുരുക്കുന്ന, വർഗമാത്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു പരിമിതി, അഭിവീക്ഷണത്തിലെ ഇന്റർസെക്ഷണാലിറ്റിയെ കുറിച്ചുള്ള ഒരുതരം സമ്മത അജ്ഞത എന്ന് നാം സാംസ്കാരിക സിദ്ധാന്തപരമായി പറയും. ഒരു സാങ്ഷൻഡ് ഇഗ്നോറൻസ് അവിടെയൊക്കെ പ്രവർത്തിച്ചിരുന്നു. കാരണം ജാതിയുടെ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചാൽ ഈ നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയൊക്കെ കീഴ്മേൽ മറിഞ്ഞു പോകും. നിലനിൽക്കുന്ന പല അധികാരങ്ങളും നഷ്ടപ്പെടും. സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന തൽസ്ഥിതി ഇല്ലാതായി ആക്കപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യംഗ്യമായോ പരോക്ഷമായോ ഗോപ്യമായോ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാം സാമ്പത്തിക മാത്ര നിർണായനവാദത്തിലേക്ക് ഒതുക്കുക എന്ന ഒരു പരിപാടിയാണ് ഒരുപക്ഷെ നമ്മുടെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട KPS അടക്കമുള്ള മറ്റ് നിരവധി പ്രൊഫഷണൽ നാടക സംഘങ്ങളിലൂടെ പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനു മുമ്പ് 19-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് സറ്റയറിൻ്റെയും ഇപ്പോൾ CV രാമപിള്ളയുടെ ആകട്ടെ, പിന്നീട് EV കൃഷ്ണപിള്ളയാകട്ടെ, സറ്റയറിൻ്റെ ആക്ഷേപഹാസ്യങ്ങളുടെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ തിരുവനന്തപുരത്തെ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ രാജാധികാരത്തെ കേന്ദ്രീകരിക്കുന്ന
മധ്യവൃത്തികളുടെ അല്ലെങ്കിൽ മാധ്യസ്ഥം ചെയ്യപ്പെടുന്ന ഒരു അധികാര തൽസ്ഥിതി സാംസ്കാരിക യുക്തീകരണമായി അതിൻ്റെ ഒരു ന്യായീകരണമായി ഒരു ജസ്റ്റിഫിക്കേഷനായി മാത്രം ഒതുങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. അടിസ്ഥാന ജനതയുടെ പ്രശ്നമോ തൊട്ടുകൂടായ്മയുടെയും വളരെ ഭീകരമായ അസമത്വം, പ്രാതിനിധ്യമില്ലായ്മ, സി വി രാമപിള്ളതൊക്കെ തന്നെ രംഗത്ത് വരുന്നത് മലയാളി സഭയിലൂടെയാണ് എന്ന് നമുക്കറിയാം. കാരണം മലയാളി മെമ്മോറിയൽ, മലയാളി ശൂദ്രർ എന്നറിയപ്പെടുന്ന നായന്മാർക്ക് തങ്ങളുടെ നാട്ടിൽ, ജന്മനാട്ടിൽ പ്രാതിനിധ്യമില്ലെന്നും ഇതെല്ലാം തന്നെ സോകോൾഡ് പരദേശി ബ്രാഹ്മണർ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും അപ്പോൾ ആ പരദേശി ബ്രാഹ്മണരെ പുറന്തള്ളണമെന്നും തിരുവിതാംകൂറുകാരായിട്ടുള്ള തങ്ങൾ മലയാള കുലീനരായിട്ടുള്ള ഈ മലയാളികൾക്ക്, അഥവാ അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മലയാളി ശൂദ്രർക്കുള്ളതാണെന്നും അത് തങ്ങൾക്ക് വേണം എന്നുമാണ് ഡോക്ടർ പൽപ്പു അടക്കം ഒപ്പിട്ട് കൊടുത്ത ഒരു വലിയ മെമ്മോറിയലാണ്. ഇന്ത്യയിലെ തന്നെ ആധുനിക കാലത്തെ പ്രധാനപ്പെട്ട സോഷ്യൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയുള്ള അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണല്ലോ പ്രാതിനിധ്യം. കലയിലും അത് തന്നെയാണ്. പ്രാതിനിധ്യവും പ്രതിനിധാനവും തന്നെയാണ് കലയുടെയും പ്രാഥമിക തലം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി, പ്രാതിനിധ്യത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആധുനിക കാലത്ത് തുടക്കം കുറിച്ച പ്രക്ഷോഭം മലയാളി മെമ്മോറിയലാണ്. സി വി രാമപിള്ളയാണ് അത് നയിച്ചത്. പക്ഷേ തങ്ങളുടേതായിട്ടുള്ള ഒരു സമുദായം, അതിനപ്പുറത്തേക്ക് വേറെ ആർക്കും പ്രാതിനിധ്യം വേണ്ട എന്ന നിലയിലേക്ക് പരദേശി ബ്രാഹ്മണരെ ഭള്ളു പറയുകയും തങ്ങളെല്ലാം അതിൽ കയറിക്കൂട്ടണമെന്ന് പറയുകയും പിന്നീട് തങ്ങൾ കയറിക്കൂടിയതിനു ശേഷം ഡബിൾ ബെൽ അടിച്ചാൽ മതി, ഇനി ആരും ഈ ബസ്സിലേക്ക് കയറണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ഒരു യുക്തിയാണ് മലയാളി മെമ്മോറിയലിൽ ഉണ്ടായത്. അപ്പോൾ അതിൽ ഒപ്പിട്ട് കൊടുത്ത പല അവർണർക്കും അതുകൊണ്ട് തന്നെ വലിയ നിരാശയുണ്ടായി, ഡോക്ടർ പൽപ്പുവിനടക്കം. അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ മലയാളി മെമ്മോറിയൽ മലയാളി കുലീനരുടെ മാത്രമായ അല്ലെങ്കിൽ മലയാളി ശൂദ്രരുടെ ഒരു മെമ്മോറിയലാണെന്ന്. അത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന അവർണരുടെ, ഇഴവരാതി, മറ്റ് തൊട്ടുകൂടാത്ത പിന്നോക്ക സമൂഹങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ലെന്നും അതിനുവേണ്ടി എത്തിക്കുന്നില്ലെന്നും തങ്ങളുടെ ഒപ്പ് മാത്രമേ ശേഖരിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ടാമത് ഒരു ഇഴവ മെമ്മോറിയലിന് വേണ്ടി ശ്രമിക്കേണ്ടി. പിന്നീട് നിവർത്തന പ്രക്ഷോഭത്തിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈഴവരെ പോലെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്കും ഒക്കെയുള്ള പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് 30കളിൽ നമുക്കറിയാം നിവർത്തന പ്രക്ഷോഭം. സി കേശവന്റെ ഒക്കെ അടക്കമുള്ള കോഴഞ്ചേരി പ്രസംഗം അടക്കമുള്ള വലിയ സർസിപിയെ പ്രകോപിതനാക്കിയ ആ ജന്തു, ആ ജാതി ഹിന്ദു ഇനി ഇവിടെ വേണ്ട എന്നൊക്കെ പ്രഖ്യാപിച്ച ആ പ്രസംഗത്തെ ഏറ്റവും നാടകീയമായ ഒരു മുഹൂർത്തവും കൂടിയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രാതിനിധ്യത്തിൻ്റെ കലയിലേക്ക്, ജനാധിപത്യം എന്ന് പറയുന്നത് ആ പ്രാതിനിധ്യത്തിൻ്റെയും പ്രതിനിധാനത്തിൻ്റെയും കലയാണ്. അതുണ്ടെങ്കിലേ സാധ്യമാവും. പക്ഷെ അത് തങ്ങൾക്ക് മാത്രം പോരാ. തങ്ങളെപ്പോലെ അല്ലെങ്കിൽ തങ്ങളെക്കാൾ അടിത്തട്ടിൽ ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന തൊട്ടുകൂടാത്തവർക്ക്, ദളിതർക്ക്, പിന്നോക്കക്കാർക്കൊക്കെ തന്നെ വേണം, സ്ത്രീകൾക്ക് വേണം. ഇപ്പോൾ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിൻ്റെ വിഷയം ഇപ്പോഴും ഇന്ത്യയിൽ സഫലമായിട്ടില്ല. ഇപ്പോഴും ഇന്ത്യയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യ പ്രശ്നം 33% എന്ന ആ പ്രാതിനിധ്യ വിഷയം ഇതുവരെ സമീകരിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം എന്താണ് പ്രശ്നം. അപ്പൊ ഇത്തരത്തിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ മാറ്റിവെക്കാൻ നമുക്ക് ലാവണ്യവാദമോ അല്ലെങ്കിൽ ഇതിൻ്റെ രൂപഘടനയെക്കുറിച്ചോ ലാവണ്യശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളെക്കുറിച്ചോ പുരാണങ്ങളെക്കുറിച്ചോ സ്മൃതികളെക്കുറിച്ചോ ഒക്കെയുള്ള പുനരാവർത്തനങ്ങളോ ചർവണങ്ങളോ കൊണ്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ആധുനികതയുടെ ജനാധിപത്യത്തിലെ അടിസ്ഥാന മൂല്യം പ്രാതിനിധ്യവും പ്രതിനിധാനവുമാണ്. അത് അംഗീകരിച്ചാൽ നാടകത്തിൻ്റെയും അത് തന്നെയാണ്. നാടകം ഒരു പ്രത്യേക ജാതിക്കാർക്ക് മാത്രമുള്ളതാണോ? അതാണ് ഇപ്പോഴും പറയുന്നത്. ഈ പറയുന്ന വെളുത്തേരിയുടെ നാടകം പൂഴ്ത്തിവെച്ചതിന് ശേഷം തൻ്റെ ഒരു നാടകം എടുത്ത് പ്രസിദ്ധീകരിക്കുന്ന പരിപാടി തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഒരു പ്രത്യേക ജാതിക്കാർക്ക് മാത്രമേ ഈ കൂത്തമ്പലത്തിൽ കയറിക്കൂടൂ, അവർക്ക് മാത്രമുള്ളതാണ് ഈ യുനെസ്കോയുടെ ഈ പരമ്പരാഗത കല, 1000-ലധികം വർഷം പഴക്കമുള്ള ഈ കല മറ്റാരും ഇവിടെ കയറിക്കൂടാ. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉപജാതിക്കാരന് മാത്രമേ, ശൂദ്രരിലെ ഒരു ഉപജാതിക്കാരന് മാത്രമേ ഇവിടെ നിന്ന് ചെണ്ട കൊട്ടാനോ വാദ്യം വായിക്കാനോ പറ്റുകയുള്ളൂ. മറ്റവൻ അപ്പുറത്ത് നിന്നാൽ മതി, അല്ലെങ്കിൽ ഈ മേളത്തിൻ്റെ തറയിൽ അവൻ കയറിക്കൂടാ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ തൃശ്ശൂർ നടക്കുന്നതും അല്ലെങ്കിൽ ഗുരുവായൂർ നടന്നതും അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ ജി വേണുവോ കപില വേണുവോ അവരൊക്കെ അതിനകത്ത് നിന്ന് ബഹിഷ്കൃതരാകുകയാണ്. ശങ്കരപ്പിള്ള സാറിൻ്റെ കൂടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നവരാണ്.
കറുത്ത ദൈവത്തെ തേടിയിലോ അല്ലെങ്കിൽ പിന്നെ എന്താണ് സ്നേഹദൂതൻ, ശങ്കരപ്പിള്ള സാറ് തന്നെ യഥാർത്ഥത്തിൽ തുടങ്ങുന്ന 50കളുടെ അവസാനം ബുദ്ധനെ വിളിച്ചുകൊണ്ടാണ്, ശരണം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. സ്നേഹദൂതൻ എന്ന് പറയുന്നത് ബുദ്ധന്റെ സന്ദേശമാണ്. മഹാമൈത്രി, മഹാകരുണ, ക്രിസ്തു പഠിപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച, ബുദ്ധൻ പഠിപ്പിച്ച ആ തത്വമാണ് സ്നേഹദൈവതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സ്നേഹത്തിലൂന്നിയ നൈതിക ചിന്ത, ആ നീതി സങ്കല്പം. അതിനെ ബുദ്ധൻ ധമ്മം എന്നാണ് തൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന ശരണമായിട്ടുള്ളത്. ബുദ്ധവും ധമ്മവും സംഘവും. സംഘത്തെക്കുറിച്ചും ബുദ്ധത്തെക്കുറിച്ചും നാം പറഞ്ഞു. ആ ധമ്മത്തെക്കുറിച്ച്, ആ സത്യനീതി തത്വം, ഇതിനെ പിടിച്ചുകൊണ്ടാണ് ശങ്കരപ്പിള്ള സാറിൻ്റെ തുടക്കം. പക്ഷെ പിന്നീട് അദ്ദേഹം ഗാന്ധിയനായിട്ടോ ഒക്കെ വരികയും മഹാത്മാഗാന്ധി സർവകലാശാലയിലേക്ക് വരികയും ഒക്കെ ചെയ്തപ്പോൾ കൂടുതൽ ഗാന്ധിയനായിട്ടാണ് അറിയപ്പെട്ടുകൊണ്ട്. ഗാന്ധിജിക്ക് ഇത് നാരായണ ഗുരുവിനെ വന്നു കണ്ടിട്ട് പോലും അദ്ദേഹത്തിന് ഈ തത്വം ഏതാണ്ട് പൂർണ്ണമായും മനസ്സിലായോ എന്നുള്ള സംശയം നമുക്കുണ്ട്. കാരണം അന്ന് ഗുരു തന്നെ ആ ഒരു മാവിൻ്റെ ഇലകൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഗാന്ധിജി നോക്കൂ, ഈ വൈവിധ്യം ഇത് സ്വാഭാവികമാണ്, പക്ഷെ അതിൻ്റെ സത്ത ഒന്നു തന്നെ അല്ലയോ എന്ന് ചോദിക്കുകയാണ്, ഈ ഇലകളുടെയൊക്കെ തന്നെ. അത് കഴിഞ്ഞ് സഹോദരൻ ചോദിച്ചപ്പോഴാണ് ഗാന്ധിജിക്ക് ഉത്തരവ് മുട്ടിപ്പോയി. അങ്ങയുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയായിരുന്നില്ലേ ഗാന്ധിജി എന്ന് ചോദിച്ചപ്പോൾ, എന്തുകൊണ്ടാണ് ഈ കൊല്ലുന്നവൻ ഇവിടെ ദൈവമാകുന്നത്, കൊല്ലുന്നവൻ ഇവിടെ രാജാവും നേതാവും മന്ത്രിവര്യന്മാരും ദൈവവും ഒക്കെ മാറുന്നത് എങ്ങനെ എന്നൊരു പ്രശ്നം ഗാന്ധിജിയെ കുഴക്കിയിട്ടു. അപ്പോൾ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത്, ശങ്കരപ്പിള്ള സാർ അടക്കം നാടകത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിലേക്ക് കടന്നു വന്ന ഏറ്റവും മഹനീയമായ ഒരു മാതൃക ബുദ്ധൻ്റെ സംഘം, ധമ്മം എന്നൊക്കെയുള്ള സങ്കല്പങ്ങളാണ്. അപ്പോൾ അവിടെ മാത്രമാണ് സംഘമാകുന്നത്. ഏറ്റവും പുറന്തള്ളപ്പെട്ട, ബഹിഷ്കൃതരായ, തൊടുകൂടാത്തവരായിട്ടുള്ള ചണ്ടാല വനിതകളെപ്പോലും, ഏറ്റവും അടിത്തട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട തൊടുകൂടാത്തവരായ സ്ത്രീകളെപ്പോലും തൻ്റെ സംഘത്തിലേക്ക് തുല്യരായി ചേർക്കുകയും അങ്ങനെ ആ സംഘത്തിൻ്റെ ഏറ്റവും വലിയ മിഷണറി ലീഡേഴ്സായിട്ട് അവരെ മാറ്റുകയും ലോക അധ്യാപകരാക്കി അവരെ തൻ്റെ ഈ നൈതിക തത്വം, ധമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടി അവരെ ലോകങ്ങളിലേക്ക് വിടുകയും, മണിമേഖല, ചാത്തനാർ എന്ന് പറയുന്ന, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദളിതൻ എഴുതിയതാണ് ഈ മണിമേഖല കാവ്യം. അതുപോലെ തന്നെ മറ്റൊരു ദളിതനായിട്ടുള്ള വള്ളുവ കവി എഴുതിയതാണ് മുലൂര് നാരായണ ഗുരു എപ്പോഴും ഓർമ്മിക്കുന്ന ഗുരുവാണ്. അദ്ദേഹത്തിനെ കേരളത്തിലേക്ക് ഏതാണ്ട് ആദ്യമായിട്ട് ആധുനിക കാലത്ത് വിവർത്തനം തന്നെ ചെയ്യുന്നത്. ആധുനിക കാലത്താണ് ആ വള്ളുവ കവിയുടെ പല കുറലുകളും ലഭ്യമായത് തന്നെ. യൂറോപ്യന്മാരിവിടെ വന്നുകൊണ്ടാണ്. പണ്ഡിറ്റ് അയോധ്യദാസരുടെ പിതാമഹൻ കാന്തപ്പൻ, അദ്ദേഹം പോയി നോക്കിയപ്പോൾ ബ്രിട്ടീഷുകാരുടെ ബട്ട്ലറായിരുന്നു. അവിടെ നിന്ന് കത്തിക്കാനായിട്ട് കൊണ്ടുവന്ന വലിയ പാം ലീഫുകളുടെ ഇടയിൽ നോക്കിയപ്പോൾ വലിയ പാംഫ്ലെറ്റുകളാണ്, അത് മാനുസ്ക്രിപ്റ്റുകളാണ്, എഴുതിയിട്ടുള്ള കുറിപ്പുകളാണ്. നോക്കിയപ്പോഴാണ് കുറൽ എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടെന്ന് അവരുടെ ഓർമ്മയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഏതാനും കുറലുകളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കിട്ടിയത് കാന്തപ്പൻ നോക്കിയപ്പോഴാണ്. ആ അടുക്കളയിൽ നിന്ന് കത്തിക്കാനിട്ട ഒലയിൽ നിന്നാണ് ഈ വാറോല കിട്ടിയത്. അപ്പോൾ ആ വള്ളുവർ എഴുതിയിട്ടുള്ള മറ്റൊരു ദളിതനാണ്. പുലയരുടെ സ്ഥാനികളെയാണ് വള്ളുവർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പറയ നേതാവായിരുന്നു പണ്ഡിറ്റ് അയോധ്യദാസൻ. അപ്പോൾ ഇവരൊക്കെ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ തെന്നിന്ത്യയുടെ പ്രബുദ്ധമായ ഈ സംഘ സംസ്കാരത്തെക്കുറിച്ചും നാഗരികതയെക്കുറിച്ചുമൊക്കെയുള്ള അടിസ്ഥാന ബോധവും വൈജ്ഞാനികതയും, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കൊളോണിയൽ ആധുനികതയുടെ ഒരു തലം അവിടെയുമുണ്ട്. കേണൽ ഓൾക്കോട്ടും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഓഫീസറായിരുന്ന ബ്രിട്ടീഷ് ആർമിയിലെ നിരവധി ഓഫീസർമാരും ഒക്കെ ആയിട്ട് വളരെ അടുത്തായിരുന്നു. നമ്മുടെ തൈക്കാട് അയ്യാവിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. തൈക്കാട് അയ്യാവ് തൈക്കാട്ടെ ബ്രിട്ടീഷ് റെസിഡൻസിയുടെ മാനേജറായിരുന്നുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി വളരെ അടുത്തായതുകൊണ്ടാണ് നമ്മുടെ വൈകുണ്ഠസ്വാമിയുടെ ജീവൻ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ വൈകുണ്ഠസ്വാമിയാണ് യഥാർത്ഥത്തിൽ നാടകീയമായിട്ട് ഈ തലപ്പാവ് അയ്യങ്കാളിൽ തുടങ്ങുന്നതല്ല, അശോകനിലാണ് അത് തുടങ്ങുന്നത്. ചക്രവർത്തിയായ മൗര്യനിലാണ് വലിയ ഇരുമുടിയുടെ തലപ്പാവ് വരുന്നത്. പിന്നീട് മഹാത്മാ ഫൂലെയിൽ നമുക്ക് കാണാം. പിന്നീട് നമുക്ക് അയ്യാവൈകുണ്ഠനിലാണ്, തെന്നിന്ത്യയിൽ സമത്വ സമാജം സ്ഥാപിച്ച വൈകുണ്ഠസ്വാമിയിലാണ് ഈ തലപ്പാവും മേൽമീശയും ഒക്കെ. കാരണം മുടി പോലും, മുടിയോ താടിയോ, മുടിച്ചൂടും പെരുമാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മ വെയിലാളും അദ്ദേഹത്തിൻ്റെ പിതാവും ഒക്കെ മുത്തുക്കുട്ടി നാടാർക്ക് പേരിട്ടത്. പക്ഷേ സവർണരാകെ ഇളകി വശായി. ഒരു അവർണ ജന്തുവിന്
കുരങ്ങിട്ടു എന്നാണ് പറയുന്നത്. ദളിത് സ്ത്രീക്ക് അല്ലെങ്കിൽ അവർണ സ്ത്രീകൾക്കുണ്ടാകുന്ന കുട്ടികൾ കുരങ്ങാണ്, അതിനെ കുരങ്ങിടുകയാണ്. കുരങ്ങു പട്ടടകൾ ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ വിഖ്യാതമായ ഒരു എസ്സയാണ് കുരങ്ങു പട്ടടകൾ. കാരണം ഇന്ത്യന് തെക്കോട്ട് മനുഷ്യരില്ലെന്നും അവരൊക്കെ വാനരരും കിന്നരരും അല്ലെങ്കിൽ ജാമ്പവാനെ പോലെയുള്ള കരടികളും അല്ലെങ്കിൽ സമ്പാദിയെയോ ജടായുവിനെ പോലെയുള്ള പക്ഷി മൃഗങ്ങളോ നാഗങ്ങളോ ഒക്കെയാണ് മൃഗവൽക്കരിക്കുകയും അപരവൽക്കരണത്തിന്റെ അതിഭീകരമായ ഹിംസ, പ്രതിനിധാന ഹിംസയുടെ യഥാർത്ഥ കൊലപാതകത്തെക്കാൾ എത്രയോ പ്രമാദമായ എത്രയോ ഭീകരമായ നൂറ്റാണ്ടുകളിലേക്ക് നിൽക്കുന്ന ആഖ്യാന ഹിംസയാണ് യഥാർത്ഥത്തിൽ തെന്നിന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയും ഇതിന് സമീപത്തുള്ള ശ്രീലങ്കയെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മുടെ ഈ ഹിന്ദുത്വ പുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇളംകുളം തന്നെ 50കളിൽ എഴുതിയ നവോത്ഥാനന്തരം എഴുതിയ ഇളംകുളം എഴുതിയിരിക്കുന്ന കുരങ്ങു പട്ടടകൾ എന്നാണ്. കാരണം തെക്കേ ഇന്ത്യയിൽ മുഴുവൻ കുരങ്ങുകളെ ഉള്ളൂ. അതാണ് ഈ ബാലിസുഗ്രീവന്മാരും ഇപ്പോൾ അടുത്ത കാലത്ത് അഭിഷേകം നാടകം രമേശ് വർമ്മയുടെ നാടകം കാണുകയായിരുന്നു. ആ ബാലിയെ കൊല്ലുന്നതും സുഗ്രീവനെയും ബാലിസുഗ്രീവന്മാരെ തമ്മിൽ അടുപ്പിക്കുന്നതും ഒളിഞ്ഞിരുന്ന് പിന്നിൽ നിന്ന് എഴുതു കൊല്ലുന്നതും. അതുപോലെ തന്നെ നമുക്ക് CN നാടകത്തിൽ വരികയും പിന്നീട് അരവിന്ദന്റെ സിനിമയിൽ തന്നെ വന്നിട്ടുള്ളതാണ് ആ യോഗി. ആ യോഗിയെ അദ്ദേഹം ഒരു യോഗിയാകാൻ ശ്രമിച്ചു. അദ്ദേഹം അക്ഷരാഭ്യാസം ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊല്ലുകയാണ് ആ ശംഭുവിനെ ഓടിക്കുന്നത്. ദ പെർസ്യൂട്ട് ഓഫ് ശംഭുക നമുക്ക് CN നാടകത്തിലും ഇദ്ദേഹത്തിൻ്റെ അരവിന്ദന്റെ സിനിമയിലും കാണാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഭീകരതയാണ് ആ കൊല്ലുന്നവൻ രാജാവും ദൈവവുമാകുന്ന ആ സംസ്കാരത്തിൻ്റെ അധീശത്വം. അത് എന്തുമാത്രം പ്രമാദമാണ് എന്നുള്ളതാണ്. വെളുത്തേരിയുടെ കൊലപാതകമാകട്ടെ അല്ലെങ്കിൽ അതിനുശേഷം നടന്നിട്ടുള്ള നിരവധി തമസ്കരണങ്ങളാകട്ടെ, അങ്ങനെയൊക്കെയുള്ള അതിഭീകരമായ ഹിംസകളാണ് യഥാർത്ഥത്തിൽ ജാതി സമൂഹത്തിൽ നാടകത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സാഹിത്യ സ്ഥാപനത്തിൻ്റെയും കാനോനയുടെയും ഒക്കെ തന്നെ നിർമ്മിതിയെ യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്ന അധികാര തന്ത്രങ്ങൾ ഇതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഒരുപക്ഷെ ഈ പറയുന്ന സാമ്പത്തിക നിർണയനവാദം എന്ന് പറയുന്ന സങ്കുചിതമായ തമസ്കരണ പരിശ്രമങ്ങൾക്കൊക്കെ ശേഷം വളരെ അടുത്ത കാലത്ത് 21ാം നൂറ്റാണ്ടിലൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ മണ്ഡലാനന്തര കാലത്താണ് ഇന്ത്യൻ ജനായത്വത്തിന് ഒരു ഊന്നലുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഒരു പ്രതിരോധം സൃഷ്ടിച്ചിട്ടുള്ള മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും VP സിംഗിന്റെ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള ഇടപെടലുകളും ഇന്ത്യൻ നിർമ്മാണ ഘടനയുടെ അടിത്തറയായ സാമൂഹ്യനീതിയെ സംബോധന ചെയ്യാൻ VP സിംഗ് നടത്തിയ ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായി വെളിച്ചം കണ്ട ഏതാണ്ട് 50 വർഷത്തോളം ചവിട്ടിത്താഴ്ത്തപ്പെട്ട് നെഹ്റുവും ഇന്ദിരയും രാജീവും ഒക്കെ തന്നെ തങ്ങളുടെ ചവിട്ടടിയിൽ ഒതുക്കി മാറ്റിവെച്ചിരുന്ന ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഒരു പുതിയ ഉണർവ്, നീതിക്ക് വേണ്ടിയുള്ള ഒരു ഉണർവ് അടിസ്ഥാന ജനതയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാഹിത്യത്തിലും സിനിമയിലും നാടകവേദിയിൽ പോലും പല ചലനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുധാരയിൽ തന്നെ ഇപ്പോൾ CNന്റെയും അല്ലെങ്കിൽ കാവാലത്തിൻ്റെയും ശങ്കരപ്പിള്ള സാറിൻ്റെയൊക്കെ ആ ആധുനികതാവാദ സങ്കല്പം, തനത് നാടക സങ്കല്പം, ഇതിലൊക്കെ തന്നെ ഫോമിൻ്റെ അല്ലെങ്കിൽ രൂപഘടനയുടെ ശില്പതന്ത്രത്തിലും അല്ലെങ്കിൽ ആഖ്യാന അല്ലെങ്കിൽ സങ്കേതങ്ങളിലും നാടക സങ്കേതങ്ങളിലും വലിയ പരീക്ഷണങ്ങളൊക്കെ നടന്നു. പരീക്ഷണാത്മകമായി അങ്ങനെ പോയി. അത് പലതും അത് വലിയ തനിമാവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ നാടകവേദിയെ തന്നെ ഒരുപക്ഷെ ബഹുജനങ്ങളിൽ നിന്ന് അകറ്റാൻ വളരെ അക്കാദമികമായ രീതിയിൽ, അക്കാദമികം എന്ന് പറയുമ്പോൾ കൂടുതൽ പണ്ഡിതോചിതവും ക്ലിഷ്ടവും വളരെയധികം വിദ്യാഭ്യാസം അനുശീലനം വേണ്ട ആ നാട്യധർമ്മിയിലേക്ക് തന്നെ, ഇപ്പോൾ കൂടിയാട്ടത്തിൻ്റെയോ കഥകളിയുടെയോ ശൈലിയിലേക്ക് തന്നെ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കൂടിയാട്ടത്തിന് പഴക്കം പറയുന്നു 8ാം നൂറ്റാണ്ടിനപ്പുറത്തേക്കുണ്ടെങ്കിൽ അത് തികച്ചും ബൗദ്ധമാകാനാണ് സാധ്യത. കഥകളിക്ക് അത്രയും പഴക്കമില്ല, 18ാം നൂറ്റാണ്ട് മാത്രം. ഇപ്പോൾ കോട്ടയത്ത് തമ്പുരാൻ്റെയോ കൊട്ടാരക്കര തമ്പുരാൻ്റെയോ ഒക്കെ തന്നെ രചനകളും കൃഷ്ണാട്ടം ഒരുപക്ഷെ പഴക്കമുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കൃഷ്ണാട്ടവും രാമനാട്ടവും ഒക്കെ കൂടി കലർത്തിക്കൊണ്ട് 18ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഏതാണ്ട് ആധുനിക കാലത്തിന് അടുത്ത് നിൽക്കാവുന്ന ഒരു കഥകളിലേക്ക് വരുന്നത്. അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ആദ്യ രൂപങ്ങളിലേക്ക് രാമനാട്ടത്തിലേക്ക് പോയാൽ പോലും 200 വർഷം അല്ലെങ്കിൽ 250 വർഷത്തിന് അധികമുള്ള പഴക്കമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ചവിട്ടുനാടകത്തിന്
തുടർച്ചയായ 500 വർഷത്തെ ജനകീയ ചരിത്രം ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ആധാരകലകൾ? ഏതിനാണ് ക്ലാസിക്കൽ പദവി ഉണ്ടാകാവുന്നത്? അല്ലെങ്കിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ നാടോടി എന്നൊക്കെ പറയുന്നതിൻ്റെ വിഭജനത്തിൻ്റെ പല പരിമിതികളും അവ്യക്തതകളും കൂടി, അതിൻ്റെ പ്രശ്നങ്ങളും കൂടി അത്തരം പരികല്പനകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് പിന്നീട് ഈ മണ്ഡലാനന്തര കാലത്ത് മാത്രമാണ് നീതിയെ, ജീവിതത്തെ, ലോകത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു കലയെക്കുറിച്ച് ഉള്ള അന്വേഷണങ്ങൾ നടക്കുന്നത്. മുഖ്യധാരയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ചന്ദ്രദാസൻ സാറിൻ്റെയൊക്കെ തന്നെ നാടകങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കർണഭാരം ആ സമയത്താണ്, 90കളിലാണ് ചന്ദ്രദാസൻ സാറിന്. പിന്നീട് കാവാലത്തിൻ്റെയൊക്കെ കർണഭാരമുണ്ട്. പക്ഷെ അത് രൂപപരമായൊരു പരീക്ഷണ ഈ പറയുന്ന തനത് നാടക ആവിഷ്കാരമായിട്ട് നിൽക്കുകയാണ്. അത് ജനങ്ങളോട് അധികം സംവദിക്കുന്നില്ല, അല്ലെങ്കിൽ സമൂഹത്തോടോ രാഷ്ട്രത്തോടോ രാഷ്ട്രീയത്തോടോ നാട്ടിൻ്റെ യഥാർത്ഥ അകങ്ങളോടോ അതിന് ഇടപാടുകൾ തോന്നുന്നില്ല. മറിച്ച് ചന്ദ്രദാസൻ സാറിൻ്റെ നാടകത്തിൽ, ഇപ്പോൾ മാലിയുടെ കഥകളിൽ പോലും അതുണ്ട്. ഈ കർണനെ അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പി കെ ബാലകൃഷ്ണന്റെ ഇനിയാനറങ്ങട്ടയിൽ കർണനെ അവതരിപ്പിക്കുന്നത് പോലെ, കർണൻ എന്ന് പറയുന്ന ഒരു ബഹിഷ്കൃതനായ, ഒരു അപമാനീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ ഒരു നിരന്തരം പൊതു വഴിയിലും സഭയിലും അപമാനം നേരിടേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങൾ അവിടെ, അല്ലെങ്കിൽ യഥാർത്ഥ സ്വത്വത്തെ കേന്ദ്രീകരിക്കാനോ വെളിപ്പെടുത്താനോ ആവിഷ്കരിക്കാനോ മിണ്ടാനോ പറ്റാത്തൊരു മൂകനായകനെ, അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ജേണലിൻ്റെ പേര് തന്നെയാണ് മൂകനായക്, ബഹിഷ്കൃത ഭാരത്, ഇങ്ങനെയൊക്കെയുള്ള ജനത. ഇങ്ങനെയൊക്കെയുള്ള ജനത എന്ന് പറയുന്നത് ബുദ്ധനിൽ നിന്ന് നേരിട്ടെടുത്തിരിക്കുന്നതാണ്. ജനതയും സമതയും കരുണയും അദ്ദേഹം ബുദ്ധനിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പം എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഒരു മൂകനായകനെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ പ്രാതിനിധ്യവും പ്രതിനിധാനവും നിഷേധിപ്പിക്കപ്പെട്ട ശബ്ദനിർവാഹകത്വങ്ങൾ ചരിത്രപരമായി തന്നെ സുതപുത്രൻ, ശൂദ്രൻ, ശൂദ്രയോനിയിൽ പിറന്നവൻ, നീചയോനി, പാപയോനി, മ്ലേച്ഛയോനി എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളിലൂടെ സ്വന്തം അമ്മമാരെ തന്നെ കുത്തിയുള്ള അതിഭീകരമായ ബ്രാഹ്മണിക പകവ്യവഹാരങ്ങൾ, പ്രതിനിധാന ഹിംസകൾ, അപമാനവീകരങ്ങൾ, കുതിരയോടും പോത്തിനോടും ചേർന്ന് നമ്മുടെ അയ്യങ്കാളിയുടെ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ, അയ്യങ്കാളി 1907 മുതൽ ദലിതരുടെ വിദ്യാലയ പ്രവേശനത്തിന് വേണ്ടി സർക്കാരിൽ നിന്ന് നിരവധി ഉത്തരവുകൾ പാസ്സാക്കി. പക്ഷെ 10 വരെ അത് നടന്നില്ല. 15-ൽ അദ്ദേഹം ഇടിച്ചു കയറി. അപ്പോഴും പറയുന്ന ഇതാണ്, ഈ കുതിരയെയും പോത്തിനെയും എങ്ങനെ ഒരുമിച്ച് ഉഴും എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ഒരു നുഖത്തിൽ കെട്ടി കുതിരയും പോത്തിനെയും ഒന്നിച്ചിരുത്താൻ പറ്റുമോ? ഈ കസേരകളിൽ ഇരുത്താൻ പറ്റുമോ? അതുകൊണ്ട് 2 തരത്തിലുള്ള ചായ, ചിരട്ടയിൽ ചായ കൊടുക്കുക, അല്ലെങ്കിൽ ചില്ല് ഗ്ലാസ്സിൽ, ഒരുത്തന് ചില്ല് ഗ്ലാസ്സിലും മറ്റവന് നമ്മുടെ പൊക്കൂടന്റെ അടുത്ത കാലത്ത് എഴുതിയ ആത്മകഥയിലും ആത്മകഥാഖ്യാനങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, കുടിച്ച ചായയുടെ ചില്ല് ഗ്ലാസ് കഴുകി വെച്ചിട്ട് വേണം ദളിതൻ മാറി നിൽക്കണം എന്നാണ് ഒരു പിന്നോക്ക വിഭാഗക്കാരനായ ചായക്കടക്കാരൻ തന്നെ ആവശ്യപ്പെടുകയാണ്. കാരണം സവർണർ വരുമ്പോൾ അവർക്ക് ഈ പാത്രം തൊടാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. കേരളത്തിൽ ദലിതർക്ക് വെള്ളം തൊടാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഗോവിന്ദാപുരമാകട്ടെ, മറ്റു നിരവധി സ്ഥലങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള അതിഭീകരമായ ജാതിയുടെ ഭീകരതകളെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ശൂദ്രപുത്രനെ അവതരിപ്പിക്കാൻ നമ്മുടെ ചന്ദ്രദാസൻ സാറിൻ്റെ ഈ നാടകത്തിന് ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എല്ലാ നാടകങ്ങളും ഞാൻ കണ്ടിട്ടില്ല, ഇത് ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആദ്യം പണ്ഡിറ്റ് കറുപ്പൻ നാടകം എഴുതുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇതേ വ്യക്തി തന്നെയാണ്, ഈ പോത്തിൻ്റെയും കുതിരയുടെയും താരതമ്യം ഉന്നയിച്ച മഹാശയൻ തന്നെയാണ് അന്ന് എഴുതിയത്. ഇത് വാലന്റെ കലാശമാണ്. മഹാകവി കവിതിലകം പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ഒരു വ്യക്തി എഴുതിയതാണ്. ഇത് വാലന്റെ കലാശമാണ്. എന്താണ് കലേശം എന്ന 1912-13 കാലത്ത് കേരള ഭാഷയിൽ ആദ്യമായി ഒരു തൊട്ടുകൂടാത്തവനെ, ഒരു ദലിതനെ, തൊട്ടുകൂടാത്തവനാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇത് വേറെ തമ്പുരാൻ എഴുതിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ തൊട്ടുകൂടാത്തവനായ ഒരു വാലൻ എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല, അത് ഒരു ഉപജാതിയാണ്. അപ്പോൾ ധീവരരിലെ അല്ലെങ്കിൽ പിന്നെ അരയരിലെ
ഒരു ഉപജാതിയായ ബാലസമുദായക്കാരൻ ഇതാ കവിത എഴുതുന്നു, അവൻ നാടകവും എഴുതി കൊച്ചി മഹാരാജാവിൻ്റെ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങിച്ചിരിക്കുന്നു. അത്രയ്ക്കായോ? അപ്പം ഇത് ബാലൻ്റെ കലാശമാണ്, ബാല കലേശം. ബാല എന്ന് പറയുന്നത് ഈ കൊച്ചി മഹാരാജ്യം മുഴുവൻ ഒരു ബാലയായിട്ടും, കലേശൻ എന്ന് പറയുന്നത് പിന്നെ മഹാറാണിയുടെ പുരുഷനായിട്ടും അവതരിപ്പിക്കുന്ന ഒരു ദലിതനെയാണ്, തൊട്ടുകൂടാത്തവനായ ഒരു പുലയ യുവാവിനെയാണ് ഒരു നായകനായി ഈ സംസ്കൃത നാടകത്തിൻ്റെ നാഥോദയം നാടകം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ആ നാടക ലക്ഷണങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒരു തൊട്ടുകൂടാത്ത ചണ്ടാളനെ, അദ്വൈതവാദത്തെക്കുറിച്ച് പറഞ്ഞ പോലെയാണ്. അദ്വൈതത്തിൻ്റെ പരമോടിയിൽ നിൽക്കുമ്പോൾ ചണ്ടാളൻ അടുത്തു വരുമ്പോൾ അദ്വൈതം ആവിയായി പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതാ ഒരു തൊട്ടുകൂടാത്തവൻ മറ്റൊരു അവനേക്കാളും താഴ്ന്ന ഒരു ചണ്ടാളനെ നായകനാക്കിക്കൊണ്ട് 1912 ഒരു നാടകം, അതാണ് ബാലാകലേശ്. അന്ന് എഴുതിയതാണ്, ബാലൻ്റെ കലാശമാണ്, ഇത് തണ്ട് ചാണ്ടലാണ്, ഇത് മീൻ മണക്കുന്ന രചനയാണ് എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ജാതിയെയും ഉപജാതിയെയും കുത്തിക്കൊണ്ട് ഒരു ധീരദേശാഭിമാനി എഴുതി വിട്ടതാണ്. അദ്ദേഹത്തിനെയാണ് മാധ്യമ രാജാവായിട്ട് വാഴ്ത്തുന്നത്. അദ്ദേഹം തന്നെയാണ് അയ്യങ്കാളിയുടെ സമരം നടന്നപ്പോൾ എങ്ങനെ ഈ പോത്തിനെയും ഈ കുതിരയെയും ഒന്നിച്ച് ഒരു നുഖത്തിൽ കെട്ടി ഉഴും എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ ആ സമയത്ത് തന്നെ കറുപ്പൻ അവിടെ പ്രവേശിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ മൂലൂർ ആട്ടക്കഥകൾ എഴുതുന്നു. അന്ന് നിലവിലിരുന്ന പ്രധാനപ്പെട്ട ഈ ഡാൻസ് ഡ്രാമ എന്ന് പറയുന്ന ഒരു ബാലെ ഒരു ഗണം എന്ന് പറയുന്നത് ആട്ടക്കഥയാണ്. അപ്പം അതുകൊണ്ട് മൂലൂർ അതിൽ പ്രവേശിച്ചുകൊണ്ട് കവിതയിൽ പ്രവേശിച്ചതുപോലെ തന്നെ കവി രാമായണ വിവാദം, ചില്ലുവഴക്ക്, അങ്ങനെ നിരവധി സാഹിത്യ സംവാദങ്ങളിലൂടെ ആദ്യം ഭാഷയിലെ കേന്ദ്ര കാനോനുകളിലേക്ക് കടന്നു കയറിയത് മൂലൂരാണ്, ഗുരുവിൻ്റെ മുതിർന്ന ശിഷ്യൻ, കവി ശിഷ്യൻ എന്ന നിലയിൽ. അപ്പോൾ മൂലൂര് നിരവധി ആട്ടക്കഥകൾ എഴുതി. അപ്പോൾ ആട്ടക്കഥകൾ എഴുതുമ്പോൾ സംഗീതവും കൂടി, താളക്രമങ്ങളും സംഗീതവും രാഗങ്ങളും കൂടി വളരെ നൈപുണ്യം വേണം. അങ്ങനെയുള്ളവർക്ക് കേവലം ഭാഷാ കവികൾക്ക് മാത്രം അത് സാധ്യമല്ല. അപ്പോൾ അതൊക്കെ പഠിച്ചുകൊണ്ട് മൂലൂർ അത്തരത്തിൽ ഒരു പരിശ്രമം നടത്തി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് കറുപ്പൻ്റെയും മൂലൂരിൻ്റെ അനുഭവങ്ങൾ കണ്ടുകൊണ്ടാണ് ആശാൻ ഈ നാടകരംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആശാന്റെ ആ വിചിത്ര വിജയം, അതുപോലെ തന്നെ മൃത്യുഞ്ജയം, വിചിത്ര വിജയം, പിന്നെ എനിക്കൊന്ന് ഒരെണ്ണം കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഓണക്കാലത്തെ വർണ്ണിക്കുന്ന, അദ്ദേഹം ചെറുപ്പകാലത്ത് എഴുതിയ തൊമ്മൻ വിളാകം എന്ന് പറയുന്ന കടൽക്കര, കായിക്കരയിലെ കടലിനെ കുറിച്ച് നമ്മളിവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി മുൻപൊരു ദിവസം. അപ്പോൾ അവിടെ നടന്ന, കടൽക്കരയിൽ നടന്ന ഒരു ഓണാഘോഷത്തെക്കുറിച്ച് ആശാന്റെ ഒരു നാടകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പ്രബോധചന്ദ്രോദയം ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ആശാൻ 2-3 നാടകങ്ങളിലേക്ക് കൈവച്ചിരിക്കുന്നു എന്നുള്ളത്. കാവ്യ ശൈലിയിലാണ്, കാവ്യ നാടകങ്ങളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ആട്ടക്കഥ എഴുതുന്നില്ലെന്നും, ആശാന് വളരെ 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 എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു ആട്ടക്കഥ എഴുതുക എന്നുള്ളത്. പക്ഷെ അദ്ദേഹം ആട്ടക്കഥ എഴുതുന്നില്ല എന്നും, മറിച്ച് നാടകം എന്ന ഞാൻ ഈ പറഞ്ഞ യൂറോപ്യൻ ആധുനികതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉമ്മൻ ഫിലിപ്പോസ് അടക്കം ഉള്ള വ്യക്തികളും മിഷണറിമാരും ഒക്കെ വികസിപ്പിച്ച നാടകകലയിലേക്ക് തന്നെ ഞാൻ പ്രവേശിക്കും എന്ന രീതിയിലാണ് നേരിട്ടൊരു 2-3 നാടകങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സംസ്കൃത വൃത്തങ്ങൾ എഴുതുന്ന മനുഷ്യനാണ്. സംഗീതത്തെക്കുറിച്ച് നല്ല പ്രാവീണ്യമുണ്ട്, രാഗസംഗീതത്തെക്കുറിച്ചും അറിയാം. പക്ഷേ അദ്ദേഹം താൻ ആട്ടക്കഥ എഴുതുന്നില്ല എന്ന് തന്നെ വെച്ചുകൊണ്ട് നാടകങ്ങൾ, കാവ്യ നാടകങ്ങളിലേക്കാണ് തൻ്റെ രചന നിർവഹിച്ച് കൊണ്ടുപോയത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് ഞാൻ പറയുകയാണ്. 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും പിന്നീട് നടന്ന ഈ സാമ്പത്തിക നിർണയവാദം എന്ന് പറയുന്ന അന്ധതയും പരിമിതിയും ഒക്കെ കൂടി നാം ഓർക്കേണ്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് സമയപരിമിതിയുണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞ 1990-കൾക്ക് ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ മണ്ഡൽ കമ്മീഷന്റെ ഒരു ജനായത്ത സംവാദം ഉയർന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ജനസമുദായങ്ങൾക്കും പ്രാതിനിധ്യം കിട്ടിയിട്ടില്ലെന്നും അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കേണ്ടതാണെന്നുമുള്ള 50 വർഷത്തോളം പഴക്കമുള്ള ആ കമ്മീഷൻ റിപ്പോർട്ട് പല ഭരണകൂടങ്ങളും ചവിട്ടിത്താഴ്ത്തി വെച്ചത് ഈ 90-കളോടുകൂടി വി പി സിംഗ് ഉയർത്തിയെടുത്തപ്പോൾ
കൊണ്ടുവന്ന ഒരു 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 ഊർജം അല്ലെങ്കിൽ നീതിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത, അത് യഥാർത്ഥത്തിൽ നിരവധി നാടകങ്ങളെ തുരിപ്പിക്കുക. അപ്പം അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ദലിത് നാടക സംസ്കാരം അല്ലെങ്കിൽ പ്രയോഗം യഥാർത്ഥത്തിൽ കേരളത്തിൽ സാധ്യമായിട്ടുള്ളത്. അപ്പോൾ പിന്നെ 90കളുടെ ഏതാണ്ട് മധ്യത്തിലാണ്, 95-ലൊക്കെയാണ് TM യേശുദാസൻ, പ്രൊഫസർ TM യേശുദാസൻ എൻ്റെ അധ്യാപകനാണ്, CMS കോളേജിലെ അധ്യാപകനായിരുന്നു, ഇംഗ്ലീഷ് അധ്യാപകനായി. അപ്പം അദ്ദേഹമാണ് സി അയ്യപ്പൻ എന്ന മഹാനായ ദലിത് കഥാകാരൻ്റെ ചില ചെറുകഥകളെ എടുത്തുകൊണ്ട് അദ്ദേഹം പ്രത്യേകിച്ചും പ്രേതഭാഷണം അടക്കമുള്ള ആ കഥകൾ, അപ്പോൾ വളയഞ്ചിറങ്ങര, പ്രേതഭാഷണം, ഇങ്ങനെയൊക്കെയുള്ള ഭ്രാന്ത്, ഇങ്ങനെയൊക്കെയുള്ള കഥകളിൽ നിന്ന് ഒരു പ്രത്യേക പ്രമേയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രൊഫസർ TM യേശുദാസൻ ബലിയാടുകളുടെ വംശാവലി, മത അവരോധം, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം ദലിത് ക്രൈസ്തവീയതയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു നാടകം രചിച്ചിട്ടുണ്ട്. 95-ലാണ് അത് വരുന്നത്. വേഴ്ച എന്ന പേരിൽ സി അയ്യപ്പൻ്റെ കഥകളെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ വേഴ്ച നമ്മുടെ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി, ദലിത് നാടകവേദിയിലെ ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള ഒരു പ്രയോക്താവായിട്ടുള്ള ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി, നമ്മുടെ കേരളത്തിലധികം വേദികളൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം വിദേശത്തടക്കം നിരവധി പ്രൊഡക്ഷൻസ് നടത്തിയിട്ടുള്ളത്. ഡോക്ടർ സാംകുട്ടി പട്ടങ്കരിയാണ് അതിൻ്റെ ഡ്രാമറ്റോളജി നിർവഹിച്ചിരുന്നത്. അതിൻ്റെ രചന യേശുദാസൻ സാറും, സാംകുട്ടിയാണ് അതിൻ്റെ ഒരു തവണ മറ്റോ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കുറിച്ചിയിലെ ദലിത് വിമൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘം യേശുദാസൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവരാണ് അത് കളിച്ചത്. അപ്പോൾ സാംകുട്ടിയുടെ ഒരു നാടകം യേശുദാസൻ സാറും സാംകുട്ടിയും ഒക്കെ കൂടി നടത്തിയ ആ ഒരു വേഴ്ച, സി അയ്യപ്പൻ്റെ കഥകളിൽ നിന്ന് ഊർജം സംഭരിച്ചുകൊണ്ട് രചിച്ച ഒരു വേഴ്ചയാണ് ഒരുപക്ഷെ ഒരു ദലിത് നാടകമായിട്ട്. നമുക്ക് മറ്റ് നിരവധി ആവിഷ്കാരങ്ങൾ വന്നു 70കൾ മുതൽ. നമുക്കറിയാം കല്ലറ സുകുമാരൻ്റെയും പോൾ ചെറക്കരോടിൻ്റെയും ഒക്കെ തന്നെ THP ചന്താരശ്ശേരിയുടെയും ഒക്കെ തന്നെ നിരവധി എഴുത്തുകൾ വന്നു. പക്ഷെ അതൊക്കെ ചരിത്രത്തിൻ്റെയോ സാഹിത്യത്തിൻ്റെയോ കവിതയുടെയോ ഒക്കെ തലത്തിൽ മാത്രമേ നിന്നിട്ടുള്ളൂ, നാടകത്തിലേക്ക് പ്രവേശിച്ചിരുന്നില്ല. അപ്പം ആദ്യമായിട്ട് യേശുദാസൻ സാറും സാംകുട്ടിയും കൂടെ നടത്തിയ ഈ വേഴ്ചയിലൂടെയാണ് സി അയ്യപ്പനെ ഒന്ന് നാടകീയവൽക്കരിക്കുന്ന, വളരെ പവർഫുള്ളി ഡ്രമാറ്റിക് ആയിട്ടുള്ള തിയേറ്ററിക്കലായിട്ടുള്ള രചനകളാണ് നമുക്കറിയാം സി അയ്യപ്പൻ. പരേതരുടെയും പക്ഷിമൃഗ രൂപികളുടെയൊക്കെ ഭാഷണങ്ങളാണ്. അപ്പോൾ അതിലൂടെ നടത്തിയ ഒരു സംഭവമാണ് ഈ വേഴ്ച എന്ന് പറയുന്നത്. ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ അഭീഷ് ശശിധരൻ തന്നെ മുഖ്യധാരയിൽ അദ്ദേഹം അയ്യപ്പൻ്റെ ഭ്രാന്ത് എന്ന് പറയുന്ന ആ ഒരൊറ്റ ചെറുകഥയുടെ ഒരു മീഡിയേറ്റഡ് പെർഫോമൻസ് ആയിട്ട് 2 വർഷം മുമ്പ് കൊണ്ടുവന്നിരുന്നു. തൃപ്പൂണിത്തറയിലും കളിച്ചിരുന്നു 3 ദിവസം. പിന്നീട് ഈ കഴിഞ്ഞ കൊറോണ അവസാനിക്കുന്ന കാലത്ത് കഴിഞ്ഞ അക്കാദമി തന്നെ അതിന് വേദി ഒരുക്കിയിരുന്നു. ഭ്രാന്ത് ഒരു അംബാസഡർ കാറിലുള്ള ഒരു പ്രകടനമായിട്ട്. ഒരു സമയത്ത് 4 പേർക്ക് മാത്രമേ കാറിനുള്ളിൽ പോയി സഞ്ചരിച്ച് വേണം അത് കാണുകയും അനുഭവിക്കുകയും അതിൻ്റെ ശബ്ദം കേൾക്കുകയും സംസാരമൊക്കെയാണ് അപ്പോൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ VC ഹാരിസ്, എൻ്റെ അധ്യാപകരായിരുന്ന VC ഹാരിസ് ഈ യേശുദാസൻ സാറിൻ്റെയും സാംകുട്ടിയുടെയും ഈ നാടകം കണ്ട് പ്രചോദിതനായിട്ടാണ് ഇതിനെക്കുറിച്ചൊരു സിനിമ തന്നെ പിടിക്കണം, സി അയ്യപ്പൻ്റെ കഥകളെ വെച്ചുകൊണ്ട് ഒരു സിനിമ പിടിക്കണം എന്നുള്ളതായിരുന്നു അന്തരിച്ചു പോയ എൻ്റെ അധ്യാപകനായിട്ടുള്ള VC ഹാരിസിൻ്റെ, അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയാം, സി അയ്യപ്പൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പ്രൊഡ്യൂസർമാർ അടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം. പല പ്രമുഖരായിട്ടുള്ള പ്രൊഡ്യൂസർമാരും സി അയ്യപ്പൻ ഒരു ദലിത് കഥാകൃത്വം, ദലിത് കഥ വെച്ചുകൊണ്ട് ഒരു സിനിമ പിടിക്കാൻ അത് വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് അവരാദ്യം തന്നെ പറയുന്നത്. അപ്പോൾ ഹാരിസിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, സാധിച്ചില്ല. പക്ഷേ സാംകുട്ടിയും പിന്നെ യേശുദാസൻ സാറും കൂടെ അത് നടത്തി. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് നമുക്കറിയാം സണ്ണി കവിക്കാടിൻ്റെ തന്നെ ഒരു നാടകം അനന്തരം, അതും 96-97 കാലത്താണ്. അനന്തരം ഏകലവ്യന് എന്ത് സംഭവിച്ചു, അനന്തരം ഏകലവ്യന് എന്ത് സംഭവിച്ചു, ഈ വിരലൊക്കെ അദ്ദേഹം മുറിച്ച് വാങ്ങിച്ചല്ലോ. പിന്നെ എന്താണ് ഈ ഏകലവ്യന്, അദ്ദേഹം ചിരഞ്ജീവിയാണെന്നും പറയുന്നു. എന്താണ് ഈ ഏകലവ്യൻ, എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു അന്വേഷണം.
പക്ഷെ നിർഭാഗ്യമെന്ന് പറഞ്ഞാൽ അവർ 2-3 മാസം അവിടെ പിന്നെ അതിൻ്റെ കഷ്ടപ്പെട്ട് അതിൻ്റെ റിഹേഴ്സലൊക്കെ നടത്തിയതാണ്. പക്ഷേ അത് വേറെ എന്തോ ഒരു വലിയ രാഷ്ട്രീയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിന് ഉയർത്തിയ വലിയ ഒരു കൊട്ടക അത് പേമാരിയിലും കൊടുങ്കാറ്റിലും തകർന്നു പോവുകയാണ് ഉണ്ടായത്. അതൊരിക്കലും അരങ്ങേറ്റാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഒരു രചന കിടക്കുകയാണ്. അനന്തരം ഏകലവ്യന് എന്തു സംഭവിച്ചു എന്നൊരു സണ്ണി എം കവക്കാടിൻ്റെ ഒരു നാടകമാണ്. പക്ഷേ അതിൻ്റെ ഡ്രാമറ്റോളജി, അതിൻ്റെ തിയേറ്ററിക്കലായിട്ടുള്ള ഡിസൈൻ മുഴുവൻ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരിയുടേതാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാവുന്നത്. അപ്പോൾ അങ്ങനെ 1-2 നാടകങ്ങളാണ് 90-കൾക്ക് ശേഷം അല്ലെങ്കിൽ 90-കളുടെ അന്ത്യത്തിൽ ഒരു ദലിത് അടിസ്ഥാന ജനതയിൽ നിന്ന് സ്വയം അവർ തന്നെ ടെക്സ്റ്റ്, അവർ തന്നെ പ്രചോദനം കണ്ട്, അവർ തന്നെ അന്വേഷിച്ച്, അവർ തന്നെ ഒരു ടെക്സ്റ്റ് നിർമ്മിച്ച്, സീനോഗ്രഫി നിർമ്മിച്ച്, അവരാവിഷ്കരിച്ച്, പിന്നെ അവർ പരിശ്രമിച്ച് കളിച്ച, രണ്ടാമത്തത് കളിക്കാൻ ഫൈനൽ ഒരു അരങ്ങേറ്റം നടന്നിട്ടില്ല, ഫൈനൽ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരുപാട് വർക്കുകൾ അവർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ ചില, പിന്നെ സാംകുട്ടിയുടെ തന്നെ നിരവധി വർക്കുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ 4-5 പുസ്തകങ്ങളാണ് നാം വളരെയധികം ശ്രദ്ധയോടുകൂടി, സമയപരിമിതി കൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ രചനകളൊക്കെ ഒന്ന് അയ്യങ്കാളിയെ കുറിച്ച് തന്നെയാണ്. സാധുജന പരിപാലകൻ, സാധുജന പാലകൻ, സാധുജന പരിപാലനി എന്ന് പറയുന്നത് അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട ജേണലായിരുന്നു. സാധുജന പരിപാലന സംഘം 1907, 1903 ഗുരുവിൻ്റെ പ്രസ്ഥാനം അതിനെ മാതൃകയാക്കിക്കൊണ്ട് 1907 അദ്ദേഹം തുടങ്ങിയതാണ്. പൊയ്കയിലപ്പച്ചൻ പോലും ഒരു മെമ്പറായിരുന്നു സാധുജന പരിപാലന സംഘത്തിൽ. സാധു, ജനം, സംഘം, 3ഉം ബുദ്ധൻ്റെ അടിസ്ഥാന ആശയങ്ങളാണ്. അപ്പം എങ്ങനെയാണ് അദ്ദേഹം അതിലേക്ക് എത്തിയത്? നിരക്ഷരനായ അയ്യങ്കാളി തൻ്റെ സംഘത്തിന്, രാഷ്ട്രീയ സംഘത്തിന്, സാമുദായിക സംഘത്തിന് പേരിട്ടപ്പോൾ എങ്ങനെയാണ് ഈ സംഘവും സാധുവും ജനതയും അതിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. നാം അംബേദ്കറുടെ തന്നെ ഒരു ജേണലാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു, ജനത. അപ്പോൾ അങ്ങനെ ഒരു നാടകം അത് പക്ഷേ ഇതൊന്നും അധിക അരങ്ങുകളിലേക്ക് വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം ഈ മുഖ്യധാര, ഞാൻ പറഞ്ഞു, ഈ സാമ്പത്തിക നിർണയനവാദത്തെ, വർഗമാത്രവാദത്തെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന ഒരു പ്രൊഡക്ഷൻ സാംകുട്ടിയുടേതായിട്ടുണ്ട്. നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതാണ് ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന തോപ്പിൽ ഭാസിയുടെ KPSC നാടകത്തെ വളരെ ക്രിറ്റിക്കലായി അപനിർമ്മിക്കുന്ന, അതിനകത്തൂടെ തന്നെ അപനിർമ്മിക്കുന്ന അതേ പ്രൊഡക്ഷനിലൂടെ, അതേ പാഠം ഉപയോഗിച്ച് തന്നെ, തോപ്പിൽ ഭാസിയുടെ പാഠം ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ഒരു വ്യത്യസ്തമായ രംഗപ്രയോഗത്തിലൂടെ ചില നോക്കുനിലകളെ മാറ്റിക്കൊണ്ട് അതിനെ പരിപൂർണമായും അപനിർമ്മിച്ച് വിമർശിക്കുന്ന, അതിലെ ദളിത് കഥാപാത്രങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഗെയ്സ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ മൊത്തം അപനിർമ്മിക്കുന്ന, അട്ടിമറിക്കുന്ന വളരെ വിധ്വംസകമായ ഒരു രചന, ഒരു നിർമ്മിതി അല്ലെങ്കിൽ ഒരു രംഗാവിഷ്കാരവും സാംകുട്ടിയുടേതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം. അപ്പോൾ നമുക്ക് സിവിക് ചന്ദ്രൻ്റെ നാടകവും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള ഒരു പാഠം. പക്ഷെ അത് അധികം കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോഴിക്കോടാണ് അവർ കളിച്ചതെന്ന് തോന്നുന്നു. അതിൻ്റെ പാഠം ഏതായാലും അച്ചടിച്ച് പ്രമുഖ മാസികകളിലും പുസ്തക രൂപത്തിലുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സാംകുട്ടി പട്ടങ്കരി അതുപോലെ അന്തരിച്ച, ഇപ്പോൾ കഴിഞ്ഞ വർഷം കോവിഡിൽ ഏറ്റവും വലിയ നിരവധി ചലച്ചിത്രകാരന്മാരും നാടകകാരന്മാരും അന്തരിച്ചു പോകുന്ന മനുഷ്യനെ അറിയുന്നില്ല. കോഴിക്കോട്ടെ ശാന്തകുമാർ മറ്റൊരു വലിയ ദളിത് നാടകവേദിയിലെ വലിയ ഒരു ശബ്ദമായിരുന്നു. അദ്ദേഹം അന്തരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ വലിയ ഉദാഹരണങ്ങളാണ്. അങ്ങനെ നിരവധി പുതിയ കർത്തൃത്വങ്ങൾ, പുതിയ രചനകൾ, പുതിയ രംഗാവിഷ്കാരങ്ങൾ ഈ കീഴാളധാരയിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ സമയപരിമിതി മൂലം ഇവിടെ ചുരുക്കുന്നു. സംഘാടകർക്കും മറ്റ് സഹോദരങ്ങൾക്കുമുള്ള എൻ്റെ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു.